ഇതിൻ്റെയൊക്കെ പുറകിൽ ശാസ്ത്രമാണ്. ഓരോ ആചാരങ്ങൾക്ക് പുറകിലും ശാസ്ത്രം തന്നെയാണ്. വിഷുവിൻ്റെ പുറകിലും ശാസ്ത്രം തന്നെ. വിഷുവിന് തുടങ്ങുക എന്നുള്ളതിൻ്റെ കാരണം വർഷാരംഭമായിട്ട് കണക്കാക്കുന്നതാണ്. എന്ത് പുതിയ കാര്യങ്ങൾക്കും തുടക്കം എന്ന നിലയ്ക്ക്. ഭാരതത്തിലെല്ലാം തെറ്റാണല്ലോ. സൂര്യന് രാത്രി പകലും തുല്യമാവുന്നത് വിഷുവിനല്ലല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് കണ്ണൻ അവിടെ വരുന്നത്? അപ്പോൾ കൃഷ്ണൻ നമ്മുടെ ശരീരമാകുന്ന ഓടക്കുഴലിൽ ഊതി ജീവിതമാകുന്ന ആനന്ദമാകുന്ന സംഗീതം പൊലിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം രസമാകുന്നത്. വൃക്ഷം ചോദിച്ചു, ഭഗവാൻ ഒരു മിനിറ്റ് നിൽക്കൂ, ഞാൻ പൂത്തിട്ടില്ല, കാച്ചിട്ടില്ല, ഒരു കാര്യമില്ല, എനിക്കൊരു പേര് പോലുമില്ല. ഇപ്പോൾ പക്ഷേ ഒരു ചീത്ത പേര് വന്നു. അങ്ങ് മറിഞ്ഞിരുന്ന് വാലിയെ കൊന്നതിനെ തുടർന്ന് കൊന്ന മരം എന്നൊരു പേര് എനിക്ക് വന്നിരിക്കണം. എന്തൊക്കെ കഥകളാണ്. അല്ല, ഇതൊക്കെ അശാസ്ത്രീയമാണ്. പിന്നെ അശരീരി ഉണ്ടാവൂ, ഓടക്കുഴൽ വിളി ഉണ്ടാവൂ, മാല ചെന്ന് വീണ മരം പൂക്കൂ, ഇതൊക്കെ തെറ്റാണ്. ഭാരതം മുഴുവൻ മണ്ടന്മാരുടെ രാജ്യമാണെന്ന് പറഞ്ഞ നിവൃത്തിയൊന്നുമില്ല. എനിക്കിതിലൊരു ഭംഗി കിട്ടിയിട്ടുണ്ട്, ഞാൻ അതിൻ്റെ കൂടെയാണ്. നമസ്കാരം. ജയരാജമിത്ര എന്ന യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്നവർക്ക്, തലച്ചോറ് കൊണ്ട് ചേർന്ന് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടുള്ള സ്വാഗതം. ഈ ഫ്ലോറിൽ ഇന്ന് ഈ ചാനലിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് അതിഥി എന്ന് വിളിക്കാം, കുടുംബാംഗം എന്ന് വിളിക്കാം, ഡോക്ടർ ഗായത്രി ശ്രീജിത്താണ്. നമസ്കാരം. നമസ്കാരം സർ. ശിവശക്തിയുടെ കൃപയാൽ മാത്രമാണ് സാറിനൊപ്പം ഈ ഒരു ചാനലിൻ്റെ തുടക്കം കുറിക്കാൻ എനിക്ക് സാധിച്ചത്. ഇതിൻ്റെ വലിയൊരു അനുഗ്രഹം ഭാഗ്യമായി ഞാൻ കാണുന്നു. അപ്പോൾ നാളെ വിഷുവാണ്. ഇപ്പോൾ വിഷുവിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ട്. അതിനു മുൻപേ ഈ ചാനലിൻ്റെ ചില കാര്യങ്ങൾ അറിയണമെന്നാണ് ആദ്യം തോന്നുന്നത്. ജയരാജ് മിത്ര എന്ന ഈ ചാനൽ തുടങ്ങാനുള്ള ഒരു കാരണം എന്തായിരുന്നു? എന്താണ് ഇങ്ങനെ ഒരു ചാനൽ ഈ ഒരു സമയത്ത് തുടങ്ങാൻ തീരുമാനിച്ചത്? വിഷുവിന് തുടങ്ങുക എന്നുള്ളതിൻ്റെ കാരണം വർഷാരംഭമായിട്ട് കണക്കാക്കുന്നതാണ്. എന്ത് പുതിയ കാര്യങ്ങൾക്കും തുടക്കം എന്ന നിലയ്ക്ക് ഒരു വിത്തിടുക എന്നുള്ള സംഭവമുണ്ട്. പലരുടെയും തലച്ചോറിലേക്ക് ചില വിത്തുകൾ ഇടണമെന്ന് തോന്നിയിട്ടാണ് ഇത് സമയം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൻ്റെ സമയത്തിൻ്റെ പ്രാധാന്യം അതാണ്. തുടങ്ങാനുള്ള കാരണം ഇത് പലപ്പോഴും ആലോചിച്ചിട്ടുള്ളതാണ്. പലരും പലവട്ടം പറഞ്ഞതാണ്. വായിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയുന്നു, എല്ലാവരും വിഷ്വലിലേക്ക് മാറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ രണ്ടാണ്. കുറേയല്ല ചെയ്തിരിക്കുന്നത്. വായിക്കുന്നത് ഒരുപാട് പേര് വായിക്കുന്നുണ്ട്, പക്ഷേ പലരും വീഡിയോ കാണുന്നവരുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ വീഡിയോ ആണ് നല്ല ഒരു മീഡിയം എന്നതുകൊണ്ട് നമ്മളൊരു ചാനൽ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് വല്ല ലക്ഷ്യങ്ങൾ നമ്മളങ്ങനെ ജീവിതത്തിൽ ഒന്നും പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളല്ല. പൊതുവെ അങ്ങനെയാണല്ലേ? പൊതുവെ അങ്ങനെ അതാത് കാലത്ത് എന്താണോ മുമ്പിൽ വന്ന് ചാടുന്നത് അത് രസമുള്ളൊരു സംഭവമാണ്, അത് കൊള്ളാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ കൊണ്ട് പോകുന്ന ഒരു സ്വഭാവമാണ്. എനിക്ക് കേരളത്തിലെ ഒരുപാട് പല വിഷയങ്ങളിൽ നല്ല അറിവുകളുള്ള ആൾക്കാരിലേക്ക് ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു യോഗമാണ്, ഭാഗ്യമാണ്. ആചാര്യന്മാർന്നോ ഗുരുക്കന്മാർന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്കത് വലിയൊരു അറിവായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും അറിയട്ടെ, ഞങ്ങളെല്ലാം അറിയണം എന്നൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്നും ഇത്തരം അറിവുകൾ ഒരുപക്ഷെ ഇതുപോലെ പോഡ്കാസ്റ്റിലൂടെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. അത് ലോകത്തിന് മുഴുവൻ ഗുണമായി മാറും എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. അതാണ് ഉള്ളിലുള്ള ലക്ഷ്യം. സാറുടെ എല്ലാ ആഗ്രഹങ്ങളും സർവേശ്വരൻ നിറവേറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ വിഷു വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ വിഷുവിനെ പറ്റി പലരും പല രീതിയിലാണ് പറയുന്നത്. ഇതൊരു കാർഷിക ഉത്സവമാണെന്നും ജ്യോതിഷത്തിൽ ഇങ്ങനെയും പുരാണത്തിലും അങ്ങനെയൊക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ വിഷു എന്താണ്? വിഷുവിൻ്റെ ജ്യോതിശാസ്ത്രപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സൂര്യൻ ഈ ഭൂമധ്യരേഖ 180 ഡിഗ്രിയിൽ കട്ട് ചെയ്ത് പോകുന്നൊരു സമയമാണ്. അതായത് രാത്രിയും പകലും അപ്പോൾ തുല്യമാവും. 12 മണിക്കൂർ ആയിരിക്കണം എന്നുള്ളതാണ് അതിന് കണക്ക്. പക്ഷേ അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. ഈ ചലനങ്ങളിലെല്ലാം വ്യത്യാസങ്ങളുണ്ട്, അതിൻ്റെ വ്യത്യാസങ്ങൾ വരും. വിഷു എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഷുവം എന്ന് പറയുന്നത് ഇതാണ്. മേടം മീനരാശികളുടെ ഇടയിലേക്ക് മേടത്തിലേക്ക് സംക്രമിക്കുന്നതായതുകൊണ്ട് സംക്രാന്തി എന്നും സംക്രമം എന്നൊക്കെ പറയും. ഇതാണ് സത്യത്തിൽ വിഷു. അതിനെ ഭാരതത്തിൻ്റെ കാർഷിക പഞ്ചാംഗം അനുസരിച്ച് കൃഷിയെല്ലാം തുടങ്ങുന്നത്, ഒരു വർഷം ആരംഭിക്കുന്നത് മേടത്തിലാണ്. മേടം 1-നാണ് വിഷു എന്നുള്ളത്. അതാണ് എൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു സങ്കല്പം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ ആഘോഷിക്കും. ഭാരതത്തിലെല്ലാതും ആചരണങ്ങളെ കലർത്തി വെച്ച ശാസ്ത്രമാണ്. അപ്പോൾ ജ്യോതിഷത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ജ്യോതിശാസ്ത്രത്തിൻ്റെതാണ് പറഞ്ഞത്. ഇപ്പോൾ പക്ഷേ ശരിക്കും പറഞ്ഞാൽ വിഷു ഇപ്പോൾ നമ്മൾ പറയുന്ന ഇപ്പോൾ വന്നിരിക്കുന്നത് 15-ാം തീയതി അല്ലേ? അത് ഒരു 10-24 ദിവസം മുമ്പിൽ വരേണ്ടതാണ്. അങ്ങനൊരു വ്യത്യാസം വരുന്നുണ്ട്. അതൊരാണ് 25,000 കൊല്ലം കൂടുമ്പോൾ വരുന്നൊരു മാറ്റമാണ്. അതതിൻ്റെ ചലനങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതിലേക്ക് പോകണമെങ്കിൽ പോകാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നന്നായിരുന്നു. പക്ഷെ അതുപോലെ ഇപ്പോൾ മുതിർന്നവർ ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഭൂമി തിരിയുന്നുണ്ട് നമ്മൾ ഉറപ്പാണല്ലോ, അതിനെ ഭ്രമണം എന്ന് പറയും. അപ്പോൾ അത് 24 ദിവസം കൊണ്ടാണ് ഒരു മുഴുവൻ കറക്കം പൂർത്തിയാക്കുന്നത്. പിന്നെ തിരിഞ്ഞിട്ട് സൂര്യന് ചുറ്റും കറങ്ങി വരുന്നതിന് പരിക്രമണം എന്നാണ് പറയുക. അപ്പോൾ അതൊരു 365 ദിവസം എന്ന് പറയുന്നതാണ് ഒരു പൂർത്തിയാക്കുന്നത്. ഇതേ സംഭവം തന്നെ അച്ചുതണ്ടിലൊരു കറക്കമുണ്ട്.
അതിനെ എന്താണ് പറയുക, പ്ലാറ്റോണിക് ഇയർ എന്നാണ് അതിന് പറയുക. അതായത് ഒരു വർഷം എന്ന് നമ്മൾ പറയുന്ന പോലെ, ഒരു ദിവസം എന്ന് പറയുന്ന പോലെ, അത് മുഴുവനാക്കുന്നതിന് പ്ലാറ്റോണിക് ഇയർ എന്നാണ് അതിന് പറയുക. അപ്പോൾ അത് 71.6 വർഷം കൂടുമ്പോഴാണ് ഭൂമി 1 ഡിഗ്രി മൂവ് ചെയ്യുന്നത്. അച്ചുതണ്ടിൻ്റെ മൂവ്മെൻറ്റാണ് പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ, കുട്ടികൾക്ക് മനസ്സിലാണെങ്കിൽ, പമ്പരം കറക്കുമ്പോൾ പമ്പരം നേരെ കുത്തനെ നിന്ന് കറങ്ങാറില്ല, അതിനൊരു ആട്ടം ഉണ്ടായിരിക്കും. ആ ആട്ടം ഭൂമിക്കുണ്ട്. അത് അച്ചുതണ്ടിൻ്റെ ഒരു കറക്കമാണ്. അച്ചുതണ്ടിൻ്റെ കറക്കം കൊണ്ടാണ് ഇങ്ങനത്തെ സംഭവിക്കുന്നത്. അപ്പോൾ ആ അച്ചുതണ്ട് 1 ഡിഗ്രി കറങ്ങാൻ 71.6 ദിവസമെടുക്കും. അപ്പോൾ 360 ഡിഗ്രിയാണ് ഒരു ഫുൾ റൗണ്ട് എന്ന് പറയുന്നത്. അത്രയും കറങ്ങാൻ 25,000 ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടും 25,772 ആയിരിക്കും. 25,772 വർഷം കൊണ്ടാണ് അച്ചുതണ്ടിൻ്റെ ഒരു മുഴുവൻ പഴയ അവസ്ഥയിലേക്ക് അച്ചുതണ്ട് തിരിച്ചു വരുന്നത്. അച്ചുതണ്ടിൻ്റെ ഒരു വർഷം എന്ന് പറയുന്നത് ഇത്രയും വലിയ ഇതാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ സൂര്യനും ചന്ദ്രനൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് അച്ചുതണ്ടിനെ. അപ്പോൾ അവിടെ ചെറിയൊരു വലുവ് അങ്ങോട്ട് വരുന്നുണ്ട്. അതിനെ അക്ഷഭ്രംശം എന്നാണ് പറയുക. അപ്പോൾ ഈ എല്ലാ മൂവ്മെൻറ്റുകളുടെയും ഇടയിൽ കടന്നിട്ടുണ്ടാകുന്ന ചെറിയ എററുകളുണ്ട്. അതിൻ്റെ ചലനങ്ങളെ മറ്റത് സ്വാധീനിക്കുന്നു, ഇത് സ്വാധീനിക്കുന്നു, അത് സ്വാധീനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ട് ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കണക്കാക്കിയതിൽ വരും. അപ്പോൾ കൃത്യമായിട്ട് ഈ 15-നല്ല ഒരു 24 ദിവസം മുമ്പേ ആയിരുന്നു വരേണ്ടത്. അതായത് ഇപ്പോൾ ശരിക്കും ഇത് നടക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ പറയില്ല, എന്താ പറയുക, സൂര്യനും രാത്രിയും പകലും തുല്യമാകുന്ന ദിവസങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് മാർച്ച് 20, 21, സെപ്റ്റംബർ 22, 23. അപ്പോൾ ഈ ആദ്യത്തെ മാർച്ച് 20, 21 എന്ന് പറഞ്ഞ സാധനം ഒരു 1600 വർഷം മുമ്പേ മേടം 1-നായിരുന്നു. ഇനിയൊരു 2600-ാമത്തെ കൊല്ലമാകുമ്പോൾ ഇപ്പോൾ നടക്കുന്നത് മീനത്തിലാണ്. അത് വീണ്ടും കുംഭത്തിലേക്ക് പോകും, വീണ്ടും പുറകിലേക്ക് പോകും. അപ്പോൾ അതിന് കാരണം ഈ ഭൂമിയുടെ 3 തരം ചലനങ്ങളിൽ വരുന്ന എററുകളാണ്. പക്ഷേ ജ്യോതിശാസ്ത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. ജ്യോതിഷപ്രകാരം നമ്മളൊരു ആചരണവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നമ്മൾ മേടം 1-ന് വിഷുവായിട്ട് എടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഇതൊക്കെ തെറ്റല്ലേ? സ്വാഭാവികമായിട്ട് ഭാരതത്തിലുള്ളതെല്ലാം തെറ്റാണല്ലോ. സൂര്യന് രാത്രിയും പകലും തുല്യമാവുന്നത് വിഷുവിനല്ലല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഇതൊക്കെ വളരെ പണ്ട് തന്നെ, അതായത് 4-ാമത്തെ നൂറ്റാണ്ടിൽ തന്നെ ഹരിദത്തൻ എന്ന് പറയുന്ന ഒരാൾ പരഹിത ഗണിതം എന്ന് പറയുന്ന ജ്യോതിശാസ്ത്ര രീതിയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് കാലങ്ങളനുസരിച്ച് അത് തിരുത്തൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പിന്നെ 1400, 1500 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വടശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി ദൃഗണിതം എന്ന് പറയുന്നൊരു സിദ്ധാന്തം അവതരിപ്പിച്ചിട്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളത് കലണ്ടറിൽ അപ്ലൈ ചെയ്തിട്ടില്ല, പഞ്ചാംഗത്തിൽ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് അവർക്കൊക്കെ കൃത്യമായിട്ട് അറിയായിരുന്നു ഈ എന്താ പറയുക അക്ഷഭ്രംശം എന്താണെന്നും എല്ലാം കൃത്യമായിട്ട് അറിയായിരുന്നു. അറിയാത്തതുകൊണ്ടൊന്നല്ല, പക്ഷേ എളുപ്പം ഇതായതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ, പിറന്നാൾ ആഘോഷിക്കുന്നതിന് എളുപ്പം ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഡേറ്റ് ഓർത്ത് വയ്ക്കുന്നത്. ആ ഒരു സൗകര്യം എടുത്തിട്ടാണ് വിഷു ഇപ്പോൾ വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. അപ്പോൾ ഇതൊന്നും അറിയാണ്ടാണ് ആൾക്കാർ അന്ധവിശ്വാസമാണെന്നും ഇതൊക്കെ വിഡ്ഢിത്തരമാണെന്നും ഒക്കെ പറയുന്നതല്ലേ? അല്ല, ഇതിൻ്റെ പുറകിൽ എന്താണെന്ന് അന്വേഷിക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് ഇതെല്ലാം കണ്ണടച്ചിട്ട് ഇരുട്ടായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിൽ ശാസ്ത്രമാണ്. ഓരോ ആചരണങ്ങൾക്ക് പുറകിലും ശാസ്ത്രം തന്നെയാണ്. വിഷുവിൻ്റെ പുറകിലും ശാസ്ത്രം തന്നെയാണ്. ഇന്ത്യയിൽ, ഭാരതത്തിൽ എല്ലാ ആഘോഷങ്ങളും പുരാണങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ വിഷുവിനെ കുറിച്ച് ഏത് പുരാണ കഥയിലാണ് പറയുന്നത്? ശരിക്കും നമുക്കൊരു അറിവ്, ശാസ്ത്രം പറഞ്ഞു കൊടുക്കാൻ വളരെ കൃത്യമായിട്ട് ഫോർമുല പോലെ തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ് എളുപ്പം. പഠിക്കാൻ എളുപ്പം അതാണ്, പക്ഷെ അത് മറന്നുപോകും. നമ്മളൊരു ഫോർമുല പഠിച്ചാൽ പെട്ടെന്ന് പഠിക്കാൻ അത്ര ഷോർട്ടാണ്. പക്ഷെ അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഭാരതം കണ്ടെത്തിയിട്ടുള്ള വഴി എന്ന് പറയുന്നത് അതിനെ കഥയിലേക്ക് കൊണ്ട് കെട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഥ ഓർത്ത് വയ്ക്കും. കഥ ഓർത്ത് വെച്ചിട്ട് എന്താണ് അതിൻ്റെ പുറകിലെ തത്വം എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ വീണ്ടും ഈ ഫോർമുലയിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ അങ്ങനെ ഒളിപ്പിച്ചൊരു സാധനമുണ്ട്. ഉദാഹരണത്തിന് വിഷുവിൻ്റെയൊക്കെ കഥ അന്വേഷിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ രാവണൻ്റെ വധവുമായി ബന്ധപ്പെട്ട് രാവണനെ ശ്രീരാമൻ വധിച്ചതിൻ്റെ ആഘോഷമാണ് എന്നാണ് കഥയിൽ പറയുന്നത്. അപ്പോൾ അത് രാവണൻ ആരാന്നുള്ള അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ജയവിജയന്മാർ സനകാദി മുനികൾ വൈകുണ്ഠം സന്ദർശിക്കാൻ വന്ന സമയത്ത് ദ്വാരപാലകരായിരുന്ന അവരവർ തടഞ്ഞു. അപ്പോൾ സനകാദി മുനികൾക്ക് അവർ ലോകത്ത് എവിടെയും ആരും തടയാത്തതാണ്. പക്ഷെ മറ്റൊരു ജീവിതം അവരുടെ ഡ്യൂട്ടിയാണ് ജയവിജയന്മാർ. അപ്പോൾ തടഞ്ഞതിനെ തുടർന്ന് അവർ ശപിച്ചു, നിങ്ങൾ ഭൂമിയിൽ വേറെ അസുര രാക്ഷസ സ്വഭാവങ്ങൾ ജനിക്കട്ടെ എന്നുകൊണ്ട് ശപിച്ചു. അവർ പറഞ്ഞു ഞങ്ങളെ അവർ ഡ്യൂട്ടിയാണ് ചെയ്തത്, അതുകൊണ്ട് ഈ ശാപത്തിന് യാതൊരു അർത്ഥമില്ല, ഞങ്ങൾക്ക് ശാപമോക്ഷമാണ്. എന്ന് വെച്ചാൽ അവർക്ക് വാദിക്കാൻ കഴിയും, കാരണം അവരുടെ ഭാഗത്ത് ധർമ്മമുണ്ട്. പറഞ്ഞ പോലെ പെട്ടെന്ന് ദേഷ്യം വന്ന് ശപിച്ചും പോയി. അങ്ങനെ അവർ തന്നെ കണ്ടെത്തിയിട്ടുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് തിരിച്ച് പെട്ടെന്ന് തന്നെ വൈകുണ്ഠത്തിലേക്ക് വരാൻ എന്ത് വേണം എന്നുള്ള ചോദ്യത്തിൽ ഒരുപാട് കാലം ജപിച്ച് ഭഗവാനിലേക്ക് എത്താം, അതൊരു വഴിയാണ്. അല്ലെങ്കിൽ വിരുദ്ധ ഭക്തി എന്ന് പറഞ്ഞൊരു വഴിയുണ്ട്. എന്ന് വെച്ചാൽ ഭഗവാന്റെ നെഞ്ഞത്ത് കയറാൻ പോവുക, മെക്കെട്ട് കയറാമെന്ന് പറയില്ലേ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് മരിച്ചാലും മോക്ഷമാണ്. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് തിരിച്ചു വരണം, അങ്ങനെ ഞങ്ങൾക്ക് ആ വിരുദ്ധ ഭക്തി മതി എന്ന് പറഞ്ഞിട്ട് അവർ തിരഞ്ഞെടുത്ത 3 ജന്മങ്ങൾ, ഓരോ യുഗത്തിലും ഓരോ ജന്മങ്ങൾ അവർ തിരഞ്ഞെടുത്തതിൽ ഒന്നാണ് രാവണനും കുംഭകർണനും, ഈ ജയവിജയന്മാരാണ്. മറ്റൊരു യുഗത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും, ഇതുപോലെ അപ്പുറത്ത് ദന്തവക്രനും ശിശുപാലനും.
ഒരു ടീമിനെ ദഹന കൃഷ്ണൻ വധിച്ചു, ഇപ്പുറത്ത് ശ്രീരാമൻ വധിച്ചു, അപ്പുറത്ത് നരസിംഹവും വരാഹമൂർത്തിയും വധിച്ചു. അങ്ങനെ എന്തായാലും ഭഗവാന്റെ കൈകൊണ്ട് തന്നെ മരിച്ചവർ എത്രയും പെട്ടെന്ന് തിരിച്ചു പോയി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രാവണനാണ് ഏറ്റവും വലിയ മഹാവിഷ്ണുവിൻ്റെ ഭക്തൻ. അപ്പോൾ ഇതിനൊരു വഴി ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോയിരിക്കുകയാണ്. ഒരു അബദ്ധം പ്രപഞ്ചത്തിൽ സംഭവിച്ചു, എത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മളിത് ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ ഇത്രയും കേമനായിട്ടുള്ള രാവണൻ എന്ന് പറഞ്ഞാൽ ചില്ലക്കാരനല്ല. നമ്മുടെ ഒരു തലയുടെ എത്ര മെമ്മറി ഉണ്ട് എന്ന് ഇപ്പോഴും ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. 10 തലയാണ്. 10 തലയാണ്. രസസിദ്ധാന്തത്തിൻ്റെയൊക്കെ ഉപജ്ഞാതാവാണ്. ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകൾ രാവണൻ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ശിവനെ സ്തുതിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ സ്തുതി രാവണനെ സ്തുതിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ രാവണനെ വധിക്കണമെങ്കിൽ ഒരുപാട് പരിപാടികൾ, ഭഗവാനായിട്ട് പോലും ശ്രീരാമന് ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് അവിടെ എത്തുന്നത്. കാരണം കടലിൻ്റെ പ്രതി ചാടാൻ വരെ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. അത് ഹനുമാനെ ഓർമ്മിപ്പിച്ച് ഹനുമാൻ്റെ ശക്തി ഉപയോഗിച്ച് ശിവശക്തി ഉപയോഗിച്ചിട്ടൊക്കെയാണ് പുറകെ എത്തുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഒരു കൂടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് അറിവുകൾ, ഇപ്പോൾ രാവണനെ നമ്മൾ നോക്കുകയാണെങ്കിൽ രാവണൻ എന്ന് പറയുന്ന ഒരു കൂടിൻ്റെ ഉള്ളിൽ കുടുങ്ങി നിൽക്കുന്ന ഒരുപാട് അറിവുകൾ, ഈ അറിവിനെ പൊട്ടിച്ച് പുറത്തെടുക്കുന്ന ദിവസമാണ് രാവണൻ്റെ വധം എന്ന് പറയുന്നത്. അതായത് ആ പ്രപഞ്ചത്തിലേക്ക് ഈ 10 തലയിലുമുള്ള അറിവുകൾ മുഴുവൻ പ്രസരിക്കുന്ന ദിവസം, അതിനെ മുഴുവൻ നമ്മളതിനെ മറ്റേ നെഗറ്റീവ് ഇട്ടിട്ട് അദ്ദേഹത്തിനെ കൊന്നത് ആഘോഷിക്കാമെന്ന് മാറിയിട്ട് അതിനെ സ്വീകരിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവുന്ന ദിവസമാണ് വിഷു എന്ന് നമ്മളെടുത്താൽ. അപ്പോൾ എന്തിനാണ് പടക്കം പൊട്ടിക്കുന്നതിൻ്റെ ഉത്തരവും. പടക്കം പൊട്ടുന്ന സമയത്ത് നമ്മുടെ ഒരു ഞെട്ടൽ, ഒരു ഓറ ചെറുതായിട്ട് ബ്രേക്ക് ആവുന്ന സമയത്ത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രാവണൻ ഉണ്ടാക്കിയ ഈ ജ്ഞാനം, 10 തലയിലെ അറിവുകൾ മുഴുവൻ പ്രപഞ്ചത്തിലേക്ക് തിരിച്ച് പ്രസരിക്കുന്ന സമയത്ത് ഒരു ഞെട്ടലിലൂടെ അത് നമ്മൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ നമ്മളും പണ്ഡിതന്മാരാകും. അപ്പോൾ അതായത് ഒരു നെഗറ്റീവ് എനർജീൻ്റെ ഒരു മാറി ഒരു പോസിറ്റീവ് എനർജിയിലോട്ട് കിടക്കുന്ന ഒരു നെഗറ്റീവ് എനർജി അല്ല. നെഗറ്റീവ് എനർജി ആ കഥയിൽ ആലോചിക്കുക. വിഷ്ണുവിൻ്റെ മോക്ഷപഥത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് രാവണൻ മനഃപൂർവ്വം കാട്ടിക്കൂട്ടിയതാണ് ഇത് മുഴുവൻ. അതിൽ നെഗറ്റിവിറ്റി ഇല്ല. അത് ശരി. അങ്ങനെ അപ്പോൾ പോസിറ്റീവായ ഒരുപാട് അറിവുകൾ അദ്ദേഹത്തിലുണ്ടായിരുന്നു. അത് രാമൻ അമ്പെയ്ത് അതിനെ പൊട്ടിച്ചു. നമ്മൾ പറയില്ലേ മറ്റേ ജീവൻ്റെ കുടം പൊട്ടി പ്രാണൻ പുറത്തേക്ക് വന്നു. ആ പ്രാണൻ പുറത്തേക്ക് വരുന്ന സമയമാണ് പ്രപഞ്ചത്തിൽ. അതിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയാം. അപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെ റിലീസ് ആവുമെന്നാണ്. കഥയിൽ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്ന ഓരോ മനസ്സും ഒരു ചെറിയൊരു ഞെട്ടലുണ്ടാക്കി അതിലേക്ക് സ്വീകരിക്കാൻ തയ്യാറാവുന്നതാണ് പടക്കം പൊട്ടിക്കലെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ശരി. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഓണത്തിനും അതുപോലെ തിരുവാതിരയ്ക്കൊന്നും നമ്മൾ കൂടുതൽ പടക്കം പൊട്ടിക്കേണ്ട വിഷുവിന് പടക്കം പൊട്ടിക്കുന്നത്. വിഷുവിന് പടക്കം പൊട്ടിക്കുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. അത് മാത്രമല്ല, നമുക്ക് ഇനി കൃഷിയിലേക്ക് വന്നാൽ അതൊരു കാർഷിക സംസ്കാരമാണെന്നാണ് പറയുന്നത്. വിത്ത് ഇറക്കുന്ന ദിവസമാണ്. പത്തായത്തിൽ സമാധിയിലിരിക്കുന്ന വിത്തുകൾ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയില്ല, അല്ലെങ്കിൽ എപ്പോഴാണ് മണ്ണിലേക്ക് പോകേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന വിത്തുകൾ ഒരു ഞെട്ടലുണ്ടാക്കി ഉണരാറായി, മണ്ണിലേക്ക് പോകാറായി എന്ന് ഒന്ന് ഞെട്ടിച്ച് ഉണർത്തുന്ന ദിവസം കൂടിയാണ്. അറിയിക്കുന്ന പോലെ. കാരണം വെച്ചാൽ വിഷുവിൻ്റെ തലേദിവസം എന്താണെങ്കിലും മഴ പെയ്തിരിക്കും. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വിഷുവിൻ്റെ തലേദിവസം മഴ പെയ്തിരിക്കും. വിഷു ദിവസം നമ്മൾ ചാല് കീറിയിരിക്കും. ഒന്നുകിൽ അന്ന് പേരിനെങ്കിലും നമ്മൾ പച്ചക്കറി വിത്തോ നെൽവിത്തോ നട്ടിരിക്കും. പിന്നെ 10-ാമത് ദിനത്തിനാണ് വിശാലമായിട്ടുള്ള കൃഷികളിലേക്ക് കടക്കാമെങ്കിൽ പോലും. അപ്പോൾ ഇവരെയൊക്കെ ഉണർത്താൻ വേണ്ടി ഇത് മണ്ണിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കളയുടെ വിത്തും ഉണ്ട് കേട്ടോ, കൃഷിയുടെ വിത്തല്ല. പിന്നെ സൂക്ഷ്മ ജീവികൾ ഉറങ്ങിക്കിടക്കുന്നവരുണ്ട്, സമാധിയിലാണ് അവർ മഴ പെയ്താൽ ഉണരേണ്ടതാണ്. അപ്പോൾ അവരെല്ലാവരെയും ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പുതിയ വർഷം ആരംഭിക്കുകയാണ്, പുതിയ ജീവിതം തുടങ്ങുകയാണ്, ഉണർന്നോളൂ. അതിനുള്ള ഒരു ശബ്ദം കൂടിയാണ് പടക്കം എന്ന് പറയുന്നത്. ഇതൊന്നും അറിയാണ്ട് ഇത്രയും കാലം പടക്കം പൊട്ടിച്ചുകൊണ്ടിരുന്നത്. പാമ്പുളിയല്ല കേട്ടോ പറഞ്ഞത്, പടക്കം. ഇനി വിഷു കണിയെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പം ശരിക്കും വിഷുവിൻ്റെ ദിവസം ആദ്യം തന്നെ വിഷു കണി നമ്മൾ എന്തിനാണ് കാണുന്നത്? ഇപ്പോൾ എല്ലാ ദിവസവും നല്ല കാര്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാമല്ലോ. എന്താണ് വിഷുവിൻ്റെ ഒരു പ്രത്യേകത? അങ്ങനെയൊക്കെ ചോദിച്ചെന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിൻ്റെ രീതി അനുസരിച്ച് നമ്മളുടെ ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടിട്ട് മരിക്കുക എന്ന് പറയുന്നത് പുതിയൊരു ജീവിതം ആരംഭിക്കാൻ വേണ്ടി വേറൊരു ശരീരത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മരണം നമ്മൾ കാര്യമായിട്ട് ആചരിക്കുന്നുണ്ട്, ജനനവും നമ്മൾ കാര്യമായിട്ട് ആചരിക്കുന്നുണ്ട്, പുതിയ ശരീരത്തിലേക്ക് വരുന്നതിന് പിറന്നാൾ കാതുകുത്തെന്നൊക്കെ പറഞ്ഞ് ആചരിക്കുന്നുണ്ട്. അതൊരു സ്ഥിരം സംഭവമല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടിട്ടില്ല. അതുപോലെ എല്ലാ ദിവസവും നമ്മൾ രാവിലെ രാത്രി ഉറങ്ങി നീക്കുമ്പോൾ പല്ലേക്കേണ്ട കാര്യത്തില്ല. ഉച്ചയ്ക്ക് പല്ലേച്ചാലും മതി, വൈകുന്നേരം പല്ലേച്ചാലും മതി. പക്ഷേ ഒരുറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ചിട്ടയോട് കൂടിയിട്ട്, ശീലങ്ങൾ എപ്പോഴും നമ്മളെ ധാർമ്മികതയിലേക്ക് നയിക്കുന്നതാണ്. സമയമെന്ന് പറയുന്ന ദേവതയാണ്, ദേവിയുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ആ സമയം നമ്മൾ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ആ നിയന്ത്രണത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തിയാൽ ആ ദേവത നമ്മളുടെ അനുഗ്രഹമായി വരും. അതുകൊണ്ടാണ് ഇത്ര മണിക്ക് എണീക്കണമെന്നും ഇത്ര മണിക്ക് ഭക്ഷണം കഴിക്കണമെന്നും പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളനുസരിച്ച് വാതപിത്ത കഫങ്ങളൊക്കെ നോക്കി ഭക്ഷണം ഏറ്റവും നന്നായി ദഹിക്കുന്ന സമയം ഏതാണൊക്കെ നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ സമയം പറഞ്ഞിരുന്നത്. അപ്പോൾ അന്നപൂർണേശ്വരി പ്രഭാതത്തിൽ വരുന്ന സമയത്തായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. ലക്ഷ്മി പ്രഭാതത്തിൽ വരുന്ന സമയത്താണ് കച്ചവടം ചെയ്യേണ്ടത്. ഭദ്രകാളി പ്രഭാതത്തിൽ വരുന്ന സമയത്താണ് ബാറിൽ പോകേണ്ടത്.
ഉഗ്രമൂർത്തിയാണ്. അപ്പോൾ അപ്പോൾ ആ രീതിയിലൊക്കെ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ള അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വർഷം ആരംഭിക്കുകയാണ്. വസന്തകാലം എന്ന് പറയാം, അല്ലെങ്കിൽ സംക്രമം എന്ന് പറയാം. സൂര്യൻ തന്നെ വളരെ ഏറ്റവും പ്രബലമായ അവസ്ഥയിലേക്ക് കയറുന്നു. അതായത് നവഗ്രഹങ്ങളുടെ കുഴപ്പങ്ങൾ കൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അവരെ മുഴുവൻ നിയന്ത്രിക്കുന്ന സൂര്യൻ ഏറ്റവും ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ് വിഷു എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും തുടങ്ങാൻ പറ്റിയുള്ള സമയമാണെന്ന് അറിഞ്ഞ് ആ വർഷം മുഴുവൻ അതിൻ്റെ ഗുണങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആദ്യത്തെ കാഴ്ചയായി, കാരണം നമ്മൾ ആ കൊല്ലം ആദ്യം കാണുന്ന കാഴ്ച ആ വർഷം മുഴുവൻ ഉണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ സമൃദ്ധമായ കാഴ്ചകൾ അതിൽ സ്വർണം വയ്ക്കുന്നുണ്ട്, അരി വയ്ക്കുന്നുണ്ട്, നെല്ല് വയ്ക്കുന്നുണ്ട്, വെള്ളരി, കുമ്പളങ്ങ, മത്തങ്ങ, മാങ്ങ, ചക്ക തുടങ്ങിയിട്ടുള്ള ഒരുപാട്, നാളികേരം, കൊന്നപ്പൂവ് തുടങ്ങിയുള്ള ഒരുപാട് സംഭവങ്ങൾ. ഇതെല്ലാം സമൃദ്ധിയുടെ പ്രതീകങ്ങളാണ്. അപ്പോൾ മനസ്സാ സമൃദ്ധിയെ അന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതൊരു ശീലമായി കഴിഞ്ഞു. പ്രഭാതത്തിൽ തന്നെ സമൃദ്ധിയെ സ്വീകരിക്കാൻ മനസ്സ് പഠിച്ചാൽ പിന്നെ പ്രപഞ്ചത്തിലെ എല്ലാ സമൃദ്ധികളും സ്വാഭാവികമായിട്ടും മനസ്സിലേക്ക് വരണം, ശരീരത്തിലേക്ക് വരണം, കുടുംബത്തിലേക്ക് വരണം. ഇതാണ് അതിൻ്റെ ഒരു. അപ്പോൾ നമ്മൾ കണിയായി കാണുന്നത് കണ്ണനെയും ഓടക്കുഴലിനെയുമാണല്ലോ. എന്തുകൊണ്ടാണ് കണ്ണൻ അവിടെ വരുന്നത്? ഇത് ദേവതാ വിജ്ഞാനത്തിലേക്കാണ് കൊടുത്തൊന്നും ഞാൻ പറയേണ്ട ആൾ ഞാനല്ല. അതൊക്കെ ആചാര്യന്മാർ പുറകെ വരാൻ പോകുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നത്. ലളിതമായിട്ട് പറയാം. വിഷ്ണു എന്ന് പറഞ്ഞാൽ, വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപരിച്ചത് എന്നാണ് അർത്ഥം. നമ്മുടെ ശരീരം മുഴുവൻ വ്യാപരിച്ച് നിൽക്കുന്ന ഒരു ചൈതന്യമാണ് വിഷ്ണു. അതിൻ്റെ അവതാരമെടുത്ത രൂപമാണ് കൃഷ്ണൻ. എന്ന് വെച്ചാൽ കൃഷ്ണൻ നമ്മുടെ ശരീരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ സ്ഥിതി എന്ന് പറയുന്ന ഈ അവസ്ഥ ശുഭമായി നിൽക്കുന്നത്. നമ്മുടെ ശരീരം മുഴുവൻ കൃഷ്ണനുള്ളതുകൊണ്ടാണ്. ഇനി അതിൽ നവദ്വാരങ്ങൾ എന്ന് പറയുന്ന ശരീരത്തിൻ്റെ 9 ദ്വാരങ്ങളിലൂടെയാണ് എല്ലാ തരം മൂവ്മെൻറ്റുകളും നടക്കുന്നത്. ഇതാണ് ഓടക്കുഴലിൻ്റെ തത്വം. അപ്പോൾ കൃഷ്ണൻ നമ്മുടെ ശരീരമാകുന്ന ഓടക്കുഴലിൽ ഊതി ജീവിതമാകുന്ന, ആനന്ദമാകുന്ന സംഗീതം പൊലിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം രസമാകുന്നത്. അപ്പോൾ അത് പ്രതീകമായിട്ട് കൃഷ്ണനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കൃഷ്ണനെ, അത് ഓടക്കുഴലിൽ വിളിക്കുന്ന കൃഷ്ണനെ, എന്നിൽ സംഗീതം പൊഴിക്കുന്ന കൃഷ്ണനെ നമ്മൾ ആദ്യം തന്നെ കാണുന്നു, വന്ദിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു രീതി. അത് ശരി. അപ്പം കണി ഒരുക്കുന്നതിന് വല്ല പ്രത്യേക സമയമുണ്ടോ? കണി കാണുന്നതിന് പ്രത്യേക ഒരു സമയമുണ്ടോ? കണി ഒരിക്കൽ പണ്ട് മുതൽ തന്നെ അച്ഛനോ അമ്മയോ വീട്ടിലെ കാരണവരാരാണോ, മുത്തച്ഛനോ മുത്തശ്ശോ ആരുമായിക്കോട്ടെ, അവർ തലേദിവസം രാത്രി തന്നെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് കണ്ണടച്ച് പിടിച്ച് പതുക്കെ തട്ടിയിട്ട് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുമ്പിൽ വെച്ച് വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ടാവും. 7 തിരി 5 ഒക്കെ ഇട്ടുള്ള വിളക്കായിരിക്കും. കാണിച്ചു കൊടുക്കുന്നതാണ് സാധാരണ രീതി. അതെ. അപ്പോൾ അത് ഒരുക്കേണ്ടത് തലേദിവസം തന്നെ ഒരുക്കണം. അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. പക്ഷേ കാണുന്നത് ഏറ്റവും നല്ലതായിട്ട് പറയുന്നത് ബ്രാഹ്മമുഹൂർത്തമാണ്. ബ്രാഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് 1 മണിക്കൂർ 36 മിനിറ്റൊക്കെയാണ് വരിക. അതിനു മുമ്പേ ആരംഭിക്കും. സൂര്യോദയത്തിൻ്റെ 48 മിനിറ്റ് മുമ്പ് അവസാനിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഒരു 5 മണി മുതൽ 5:45 വരെയുള്ള ഒരു സമയം എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. അല്ലെങ്കിൽ ഒരു 4:30 മുതൽ 6 മണി വരെ എന്നുള്ള ജനറലായിട്ട് കണക്കാക്കാം. ആ സമയമാണ് കണി കാണാൻ ഏറ്റവും നല്ലതായിട്ട് പറയുന്നത്. കാരണം ബ്രഹ്മാവും സരസ്വതിയും എല്ലാ ജ്ഞാനദേവതകളും എല്ലാം തെളിഞ്ഞു നിൽക്കുന്ന, പ്രപഞ്ചത്തിൽ തന്നെ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. നമ്മൾ ചിന്തിക്കുന്ന എല്ലാം ശുഭമായി മാറുന്ന സമയമാണ്. അതാണ് പഠിക്കാൻ ഏറ്റവും നല്ല സമയമായിട്ട് ബ്രാഹ്മമുഹൂർത്തം പറയുന്നത്. ബ്രഹ്മാവും സരസ്വതിയും കൂടി സൃഷ്ടിക്ക് തിരഞ്ഞെടുത്തുള്ള സമയമാണ്. ഇപ്പോൾ കഥ എഴുതാനും കവിത എഴുതാനും ശില്പം ഉണ്ടാക്കാനും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആലോചിക്കാനും ഒക്കെ, പ്രാർത്ഥിക്കാനും ജപിക്കാനും ഉപാസനയ്ക്കൊക്കെ ഏറ്റവും നല്ല സമയമായിട്ട് പറയുന്നത് ഈ ബ്രാഹ്മമുഹൂർത്തം ആവുന്നു. അതുകൊണ്ട് കണി കാണാൻ ഏറ്റവും നല്ല സമയം ഈ സമയം തന്നെയാണ്. വിഷു എന്ന് കേൾക്കുമ്പോൾ പിന്നീട് ഏറ്റവും കൂടുതൽ മനസ്സിൽ വരുന്നത് വിഷു കൈനീട്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഐതിഹ്യം എന്താണ്? കുട്ടിക്കാലത്ത് ഇങ്ങനെ നമുക്കെത്ര കിട്ടി നമുക്കെത്ര കിട്ടി അതെ, മത്സരമാണ്. കൈനീട്ടം പണ്ടൊരു നാണയമാണ് കൊടുത്തിരുന്നത്. സ്വർണ്ണ നാണയമാവാം അല്ലെങ്കിൽ വെള്ളി നാണയമാവാം. എന്താണ്, അതൊരു ദ്രവ്യം, ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടൊരു ദ്രവ്യമാണ് കൊടുത്തിരുന്നത്. അല്ലാതെ ഇത്ര രൂപ എന്നുള്ളത് പൊതുവേ നോട്ട് വിഷു കൈനീട്ടത്തിൽ കണക്കാക്കാറില്ല. അത് നമ്മളെ കണക്കാക്കാറില്ല. അതുകൊണ്ട് എന്ത് കിട്ടുന്നുള്ള കണക്കാക്കൽ അവിടെ വരാറുള്ളൂ. അപ്പോൾ ഇപ്പോഴും 11 രൂപ, 101 രൂപ, 501 രൂപ, അങ്ങനെ ആ 1 രൂപ ദ്രവ്യം ചേർത്ത്, നാണയം ചേർത്ത് കൊടുക്കാറുണ്ട്. അത് അന്നത്തെ ദിവസം നമ്മളൊരു ധനം അല്ലെങ്കിൽ ഐശ്വര്യം അല്ലെങ്കിൽ ഒരു മൂല്യമുള്ളൊരു സംഭവം നമ്മൾ സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അത് നമുക്ക് സ്വീകരിക്കാൻ കഴിയും തന്നെയാണ് എൻ്റെ സങ്കല്പം. അതുകൊണ്ട് അത് നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളിൽ നിന്ന് അത് നമ്മൾ വാങ്ങാറ്. ഏറ്റവും കാരണം അവരുടെ അടുത്ത് തന്നെയാണ് വാങ്ങാറ്. വളരെ അപൂർവമായിട്ട് കൊച്ചുകുട്ടികൾ തിരിച്ചു കൊടുക്കുന്നൊരു സമ്പ്രദായമുണ്ട്. അത് ശരി. കണി ഒരുക്കുന്ന സമയത്ത് നമ്മൾ സ്വർണം, അതുപോലെ പഴങ്ങൾ, പച്ചക്കറികൾ, കൊടിമുണ്ട് എല്ലാം വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം വെക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? വെള്ളരിക്ക എന്നൊക്കെ പറയുന്നത് നമ്മളുടെ അടുത്ത വർഷം കൃഷി ചെയ്യുന്നതിൻ്റെ വിത്തിരിക്കുന്നതാണ്. അതിന് പഴുത്ത വെള്ളരിക്കയാണ്. പിന്നെ നമ്മൾ തന്നെ നമ്മുടെ മണ്ണിൽ ഉണ്ടാക്കിയിട്ടുള്ള വെള്ളരിക്കയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മാങ്ങ, നമ്മളുടെ തന്നെ വീട്ടിലെ ചക്ക. കാരണം ഒരു കാലത്തും ഭക്ഷണത്തിന് ഒരു മുട്ടും വരില്ലായിരുന്നു പണ്ട് കേരളത്തിൽ. ആ പ്ലാവുകളൊക്കെ ഇന്നും ഉണ്ടെങ്കിൽ എത്ര ദാരിദ്ര്യം വന്നാലും ശരി, ചക്കയും മാങ്ങയും ഉണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചു പോകും. അപ്പോൾ അത് നമ്മുടെ സമൃദ്ധിയുടെ അടയാളങ്ങളാണ്. അപ്പോൾ അതിനെ കാണുക, ആ പ്രകൃതിയെ നമ്മൾ സ്മരിക്കുക.
നമ്മൾക്ക് വേണ്ടി ഈ ഇത്രയും ചുട്ടുപഴുത്ത വെയിലിൽ നമ്മൾക്ക് വേണ്ടി ആ പഴങ്ങളെ എന്താ പറയുക സത്തിൽ തിളപ്പിച്ച് നമുക്ക് വേണ്ടി സ്വാദൊരുക്കി തന്നുള്ള പ്രകൃതിയുണ്ട്. അപ്പോൾ അതിനെ നമ്മളൊന്ന് സ്മരിക്കുന്നു. ഒപ്പം ഈ സ്വർണ്ണം കാണുക എന്ന് പറഞ്ഞാൽ സ്വർണ്ണമൊക്കെ ഐശ്വര്യം, ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ളതാണ് സ്വർണ്ണം എന്ന് പറയുന്നത്. പിന്നെ നാണയങ്ങളാണെങ്കിലും അരി എന്ന് പറഞ്ഞാൽ അന്നപൂർണ്ണേശ്വരി, അരി നെല്ലൊക്കെ അന്നപൂർണ്ണേശ്വരിയുടെ ഭാവങ്ങളാണ്. അങ്ങനെയുള്ള എല്ലാതും ശുഭകരമായ എല്ലാ സംഭവങ്ങളും. വാൽക്കണ്ണാടി എന്ന് പറയുന്നത് ദേവിയുടെ പ്രതീകമായിട്ടും പറയാറുണ്ട്, ഞാൻ എന്നെ കാണുന്നതായിട്ടും കണക്കാക്കാം. ഞാൻ എന്നെ കാണുമ്പോൾ അത് ശബരിമലയിലത്തെ തത്വമായി കഴിഞ്ഞു, തത്വമസ്. അത് നീ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ കണ്ണാടി നോക്കുന്ന സമയത്ത് നീ ഇപ്പോൾ കൃഷ്ണനെ തൊഴുതു, എല്ലാം തൊഴുതു, പക്ഷേ നീ മനസ്സിലാക്കിക്കോ നീ തന്നെയാണ് ദൈവം. ദൈവത്തിന് നിരക്കാത്തൊന്നും നീ ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ നിനക്ക് നിരക്കാത്ത ചെയ്യാൻ പാടില്ല, മനസാക്ഷിക്ക് അനുസരിച്ച് നല്ലതേ ചെയ്യാവൂ, നീ തന്നെയാണ് ദൈവം, നിൻ്റെ ഉള്ളിലാണ് ദൈവം എന്ന് സ്വയം തിരിച്ചറിയാൻ കൂടിയാണ് വാൽക്കണ്ണാടിയൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ കൊന്നപ്പൂ എങ്ങനെയാണ് വരുന്നത്? കൊന്നപ്പൂവിൻ്റെ കഥ കുറച്ച് വലിയ കഥയാണ്, പുരാണം. ചുരുക്കമായിട്ട് എന്താ വെച്ചാൽ കണിയിൽ ഡെഫിനറ്റ്ലി കൊന്നപ്പൂവിൻ്റെ ഒരു കഥയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷ് പേരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ രസമുണ്ട്. സംസ്കൃതത്തിൽ ആർഗോഥ എന്ന് പറയും, രാജവൃക്ഷ എന്ന് പറയും, അങ്ങനെയുള്ള പേരുകളുണ്ട്. കൊന്നയ്ക്ക് ഗോൾഡൻ ഷവർ എന്നാണ്, കൃത്യമാണത് ഗോൾഡൻ ഷവർ. പിന്നെ അതിൽ എന്താ പറയുക തകരമുത്തി, മഞ്ഞ തകരമുത്തി എന്നൊക്കെ പറഞ്ഞ പൂമ്പാറ്റകൾ അതിലാണ് വന്ന് മുട്ടയിടുക ഈ നോർമൽ ലൈഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. പിന്നെ മഞ്ഞപ്പാപ്പാത്തി എന്ന് പറഞ്ഞ പൂമ്പാറ്റ അതിൻ്റെ നെക്ടർ എന്നല്ലേ പറയുക, അതിൻ്റെ കുടിക്കുന്ന നീര് കുടിക്കാൻ പറ്റും. അതായത് പൂവല്ല ഇലയുടെ നീര് കുടിക്കാൻ പറ്റും. അപ്പോൾ അത് പറന്നു പോകുന്നുണ്ട് നമുക്ക് കൊന്നപ്പൂ പറന്നു പോകണമെന്ന് തോന്നും. ഇപ്പോൾ കുമാരനാശാൻ്റെ കവിത ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ എന്ന് പറയുന്ന കവിത എനിക്ക് ഏറ്റവും കണക്റ്റഡായി തോന്നിയിട്ടുള്ളത് ഈ കൊന്നയിൽ മഞ്ഞപ്പാപ്പാത്തി പറന്നു പോകുമ്പോഴാണ്. കാരണം കൊന്നപ്പൂക്കെ ശരിക്കും പറന്നു പോകുന്ന പോലെ നമുക്ക് തോന്നുന്ന ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ പിന്നെ അതിൽ ഒരു കായ ഉണ്ടാവുമല്ലോ, കൊന്നയിൽ നീണ്ട ഒരു കായ ഉണ്ടാവും. അതിനെ കുരങ്ങൻ്റെ ഒരു ലാത്തി എന്ന് പറയുക, ബന്ദർ ലാത്തി എന്ന് തന്നെ പറയുക. അതെന്ന് വെച്ചാൽ കുരങ്ങനെ അതിൻ്റെ മജ്ജ കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. കുരങ്ങനെ ഇഷ്ടഭക്ഷണം ആയതുകൊണ്ട് കുരങ്ങനെ അതിൽ വന്ന് കൂടും. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഇതിലുണ്ട്. പിന്നെ കൊന്നയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 85-95 ദിവസം മുമ്പ് തന്നെ അന്തരീക്ഷത്തിൽ വരുന്ന ഹ്യൂമിഡിറ്റിയിലൊക്കെ വരുന്ന മാറ്റം, ടെമ്പറേച്ചറിൽ വരുന്ന മാറ്റമൊക്കെ ബയോ സെൻസർ ഉപയോഗിച്ച് സെൻസ് ചെയ്യാൻ കഴിയുന്ന അപൂർവം ചെടികളിലൊന്നാണ്. അത്രയ്ക്ക്, അതായത് കൊന്നയെ പഠിച്ചാൽ വേണമെങ്കിൽ ഒരു കാലാവസ്ഥാ നിരീക്ഷകൻ കൃത്യമായിട്ടാവാൻ പറ്റും. അത്രമാത്രം പ്രത്യേകതയുള്ളൊരു ചെടിയാണ് കൊന്ന എന്ന് പറയുന്നത്. ഒരുപാട് തരം കൊന്ന കണ്ടിപ്പോൾ ചിന്നാമുക്കി കൊന്ന, കാട്ടുകൊന്ന അല്ലെങ്കിൽ പന്നിവാക, ശീമക്കൊന്ന, പുഴുക്കടിയൻ കൊന്ന എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും അല്ലാത്ത ഒരു കൊന്നയാണ് കണിക്കൊന്ന എന്ന് പറയുന്നത്. ഇതിൻ്റെ കഥ കിടക്കുന്നത് ഇത് പൂക്കാത്ത കായ്ക്കാത്ത ഒന്നിനും കൊള്ളാത്ത ഒരു മരമായിരുന്നു പണ്ടേതാണ് കൊന്ന. എന്തോ ഒരു പേര്, അന്ന് കൊന്ന എന്നല്ല അതിൻ്റെ പേര്. ബാലിയും സുഗ്രീവനും തമ്മിലുള്ള ശത്രുത. ബാലി ഇന്ദ്രൻ്റെ മകനാണ്, സുഗ്രീവൻ സൂര്യൻ്റെ മകനാണ്. അതിൻ്റെ പിന്നിലേക്ക് പോകുകയാണെങ്കിൽ വലിയ കഥകളുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവർ തമ്മിലുള്ള ശത്രുത, സുഗ്രീവൻ്റെ ഭാര്യയെ വരെ ബാലി പിടിച്ചു വെച്ചു. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ്. അപ്പോൾ സുഗ്രീവനും ഹനുമാനും ചേർന്ന് ശ്രീരാമനെ സീതാന്വേഷണത്തിൽ സന്ധി ചെയ്യുന്ന സമയത്ത് കരാറ് എന്ന് പറയുന്നത് ബാലിയെ വധിച്ച് രാജ്യവും ഭാര്യയും തിരിച്ച് വാങ്ങിത്തരാണ്. അപ്പോൾ ഞാൻ സീതാന്വേഷണത്തിന് എൻ്റെ വാനര സൈന്യത്തിന് മുഴുവൻ വിടാമെന്നാണ്. ഇപ്പോൾ റഷ്യ മൂകാചലത്തിലാണ് ഇവരിയ്ക്കുന്നത്. കാരണം ബാലി അവിടെ കയറി കഴിഞ്ഞാൽ ബാലിയുടെ തല പൊട്ടിത്തെറിക്കും. ബാലി കയറാമല എന്ന കുന്നിന് പേരുണ്ട്. അത് ഹംപിയുടെ അടുത്തുള്ളതാണ് കേട്ടോ, അതൊന്നും ദൂരെയുള്ള സ്ഥലങ്ങളൊന്നും നമുക്ക് വേണമെങ്കിൽ പോയി കാണാവുന്ന സ്ഥലങ്ങളാണ്. ഒന്നും കെട്ടുകഥകൾ അന്ധവിശ്വാസമല്ല. അപ്പോൾ ആ റഷ്യ മൂകാചലത്തിൽ വിധിക്കുമ്പോഴാണ് ശ്രീരാമൻ വരുന്നത് കാണുന്നു, ഹനുമാൻ ചെന്നിട്ട് കാര്യങ്ങൾ പറയുന്നു, അങ്ങനെ സന്ധി ചെയ്യുന്നു. അപ്പോൾ ബാലിയെ കൊല്ലാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. ദ്വന്ദ്വ യുദ്ധത്തിന് ബാലിയെ വിളിക്കാൻ പറയുന്നു. സുഗ്രീവൻ പോയി ദ്വന്ദ്വ യുദ്ധത്തിന് വിളിക്കുന്നു, വരുന്നു. സ്വാഭാവികമായിട്ടും അമ്പെയ്ത് കൊല്ലാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീരാമൻ. പക്ഷേ ശ്രീരാമൻ കൊല്ലുന്നില്ല, അട്ടിക്കൊണ്ട് വട്ടത്തിരിയുന്നു. സുഗ്രീവൻ ജീവനം കൊണ്ട് തിരിച്ചു ഓടുന്നു. ബാലിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്വർണ്ണത്തിലെ താമരകൾ ഇന്ദ്രൻ കൊടുത്ത ആ മാല ഇട്ടാൽ എതിരെ നിൽക്കുന്ന ആളുടെ പകുതി ശക്തി ഈ ബാലിക്ക് കിട്ടുന്നതാണ്. എന്ന് വെച്ചാൽ ശ്രീരാമൻ യുദ്ധം ചെയ്യാൻ പോലും തോൽക്കും, കാരണം പകുതി ശക്തി അപ്പുറത്താണ്. അതിലൊരു പൊളിറ്റിക്സും കൂടിയുണ്ട്. കാരണം ഞാൻ സഹായിച്ചില്ലെങ്കിൽ നീ ജയിക്കില്ല എന്ന് ശ്രീരാമൻ ബോധ്യപ്പെടുത്തുന്ന സമയം കൂടിയാണ്. സഖ്യങ്ങൾ എപ്പോഴും അങ്ങനെയാണ്, രാഷ്ട്രീയ സഖ്യങ്ങൾ. സുഗ്രീവൻ പറഞ്ഞു നിങ്ങൾ എന്നെ ചതിച്ചതാണ്, നിങ്ങൾ എന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊല്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അമ്പെയ്ത് പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ പറഞ്ഞു നിങ്ങൾ രണ്ടാളെയും കണ്ട് ഒരുപോലെ ഇരിക്കും, ഞാൻ അമ്പെയ്ത് കഴിഞ്ഞിട്ട് അബദ്ധത്തിൽ നിനക്കാണ് കൊണ്ടതെങ്കിലോ അതിലും വലിയ ചതിയാവും. അതുകൊണ്ട് നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ നിസ്സഹായനായി പോയതാണ്. ഞാനൊരു മാല തരാം, ആ മാല ധരിച്ചിട്ട് അടുത്ത് വീണ്ടും യുദ്ധത്തിന് പോകാൻ പറയും. അപ്പോൾ ആ മാല ഇട്ടിട്ട് വീണ്ടും യുദ്ധത്തിന് പോകുന്നു. അങ്ങനെ ശ്രീരാമൻ ഒരു മരത്തിൻ്റെ പുറകിലിരുന്ന് മറഞ്ഞിരുന്ന് അമ്പെയ്യുന്നു. കാരണം നേരെ വന്നാൽ പകുതി ശക്തി ബാലിക്ക് വരും. അപ്പോൾ അതുകൊണ്ട് മറഞ്ഞിരുന്ന് അമ്പെയ്യുന്നു. അമ്പ് കൊണ്ട് വീണതും ബാലിക്ക് ശ്രീരാമനെ മനസ്സിലായി. കാരണം വെച്ചാൽ മകൻ അംഗദൻ പറഞ്ഞിട്ടുണ്ട്, ശ്രീരാമനും ലക്ഷ്മണനും കൂടി വന്നിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാനും നമസ്കരിക്കാനും കാത്തു നിൽക്കുമായിരുന്നു ബാലി ഭക്തനാണ്. രാവണനെ വാലിൽ ചുറ്റിയിട്ട് 4 കടലിലും മുക്കിയിട്ട് രാവണനെ തോറ്റ് തുന്നം പഠിപ്പിച്ചവനാണ് ബാലിയോടൊരു വാക്ക് പറഞ്ഞ സീതയെ കൈ പുഷ്പം പോലെ പൊക്കി ഇവിടെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ രാവണോട് പറഞ്ഞാൽ അതിനെ കൊണ്ടുവരും. പക്ഷേ അതൊന്നുമല്ല അവിടെ നടന്നത്. അപ്പോൾ ചോദിച്ചു നിങ്ങൾ കാണിച്ച അധാർമികമാണ്, അയോധ്യ രാജാവ് ചെയ്ത് ശരിയല്ല, ഒളിഞ്ഞിരുന്നത് എന്നെ അമ്പെയ്ത് ശരിയായില്ല എന്ന് പറയും. അപ്പോൾ രാമൻ പറയുന്ന കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന്, അനിയൻ്റെ ഭാര്യ മകൾക്ക് തുല്യമാണ്. അപ്പം അനിയൻ്റെ ഭാര്യ നിങ്ങൾ പിടിച്ചു വെച്ചു, അത് ഈ ഭരതൻ്റെ രാജ്യത്ത് അത് ശരിയല്ല. ഒരു കാരണം, അതെനിക്ക് സഹിക്കാവുന്നതല്ല. അപ്പോൾ നീതി നടപ്പിലാക്കണം എന്നുള്ളൊരു കാരണമുണ്ട്. 2, നിങ്ങൾ രാവണനും നമ്മൾ സഖ്യത്തിലാണ്. കിഷ്കിന്ധയും
ലങ്കയും ഒരുപോലെയാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അപ്പുറത്ത് നിൽക്കുക. ഞാൻ ഒളിഞ്ഞിരുന്ന് വന്നത് നിങ്ങളുടെ ശക്തി പകുതി അല്ല, എൻ്റെ പകുതി ശക്തി നിങ്ങൾക്ക് കിട്ടുന്നുള്ളത് നിങ്ങൾക്ക് വരം കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഒളിഞ്ഞിരുന്ന് വന്നത്. ഇനി അടുത്തത്, ഞാൻ നിങ്ങളുമായി പറഞ്ഞ് ഞാൻ ശ്രീരാമനാണ്, നിങ്ങളെന്നെ നമസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ യുദ്ധം ചെയ്യാനും പറ്റില്ല. രാവണനെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടു വന്നാൽ രാവണനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വധ ലക്ഷ്യവും നടക്കില്ല. അപ്പോൾ ഈ അവസരം ഉപയോഗിച്ച് രാവണനെ വധിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ്. അതിലെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അനിയൻ്റെ ഭാര്യയെ പിടിച്ചു വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ബാലിക്ക് മനസ്സിലായി. ബാലി നമസ്കരിച്ചിട്ട് പറഞ്ഞു, പ്രാണം വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു തെറ്റും ഞാൻ അങ്ങയോട് ചെയ്തിട്ടില്ല. നാളെ ഇതിന് അങ്ങേക്ക് എന്താണ് തിരിച്ചടി കിട്ടുക എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. പ്രകൃതി എന്നോട് ചോദിക്കുന്നുണ്ട്. അതിനെന്താണ് ഉത്തരം ചോദിക്കേണ്ടത്? അപ്പോൾ ശ്രീരാമൻ പറയുന്നത്, അടുത്ത ജന്മത്തിൽ, അടുത്ത യുഗത്തിൽ ഞാൻ കൃഷ്ണനായിട്ട് ജനിക്കും. നീ എന്നെ അമ്പ ചെയ്യും. നിൻ്റെ അമ്പ് കൊണ്ടിട്ടാണ് ഞാൻ മരിക്കാൻ പോകുന്നത്. അങ്ങനെ ബാലി ജരൻ എന്ന് പറയുന്ന വേടനായി ജനിക്കുകയും ആ വേടൻ കൃഷ്ണമൃഗമാണെന്ന് തെറ്റിദ്ധരിച്ച് കൃഷ്ണനെ അമ്പ ചെയ്യുകയും ചെയ്തിട്ടാണ് കൃഷ്ണൻ മരിക്കുന്നത്. അപ്പോൾ ആ കണക്ഷൻ അവിടെ വന്നു. അത് കഴിഞ്ഞ് ശ്രീരാമൻ പോകുന്ന സമയത്ത്, ഇത് പുരാണങ്ങൾ വായിച്ചിട്ടുള്ളത്, അത് എനിക്ക് കഥ പറഞ്ഞു തന്ന ആൾക്കാർ പറഞ്ഞു തന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പുസ്തകം പറയാൻ അറിയില്ല. വൃക്ഷം ചോദിച്ചു, ഭഗവാൻ ഒരു മിനിറ്റ് നിൽക്കൂ, ഞാൻ പൂത്തിട്ടില്ല, കാച്ചിട്ടില്ല, ഒരു കാര്യമില്ല, എനിക്കൊരു പേര് പോലുമില്ല. ഇപ്പോൾ പക്ഷേ ഒരു ചീത്ത പേര് വന്നു. അങ്ങ് മറഞ്ഞിരുന്ന് ബാലിയെ കൊന്നതിനെ തുടർന്ന് കൊന്ന മരം എന്നൊരു പേര് എനിക്ക് വന്നിരിക്കണം. ഈ ചീത്ത പേര് വായിച്ചിട്ട് ഞാൻ എത്ര കാലം ജീവിക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്കും ശാപമോക്ഷമുണ്ട്. നിന്നെ ഏറ്റവും അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കാലം വരും. ഭാര്യയോട് പറഞ്ഞ അതേ കാലം തന്നെ ശ്രീകൃഷ്ണൻ ജനിക്കുന്ന സമയത്ത് നിനക്ക് അംഗീകാരം ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ശ്രീകൃഷ്ണൻ ജനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൃഷ്ണനോട് വല്ലാത്തൊരു ഇഷ്ടമുള്ളൊരു കുട്ടി വരുന്നു. ആ കുട്ടി ഗുരുവായൂർ അമ്പലത്തിൽ കളിച്ച്, എല്ലാവരും ഭയങ്കര കളിച്ച് അവസാനം അമ്പലം അടച്ച് എല്ലാവരും പോയി, കുട്ടി അകത്ത് വിട്ടുപോയി. അങ്ങനെ രാത്രി ഈ കുട്ടിയുടെ കൂടെ കണ്ണൻ വന്ന് കളിക്കുന്നു. കുട്ടി സ്ഥിരം കണ്ണനായിട്ട് കളിക്കുന്നത് കണ്ണനെ കാണാറുണ്ട്. അങ്ങനെ കണ്ണൻ്റെ മടിയിൽ കിടക്കുന്നു. അപ്പോൾ കണ്ണൻ്റെ കഴുത്തിലിട്ടുള്ള മാല ഈ കുട്ടിയുടെ മുഖത്ത് കൊള്ളുന്നു. അപ്പോൾ അതിന് ഉമ്മ വയ്ക്കുന്നു. അപ്പോൾ കണ്ണൻ വല്ലാത്ത ഇഷ്ടത്തിൽ ആ മാല ഊരി കൊടുക്കുന്നു. അരഞ്ഞാണാണ് ഊരി കൊടുത്തതെന്നും കഥകളുണ്ട്. എന്താണെങ്കിലും ഒരു സ്വർണ്ണത്തിൻ്റെ ഒരു വലിയൊരു സംഭവം ആ കുട്ടിക്ക് സമ്മാനമായിട്ട് കണ്ണൻ കൊടുക്കുന്നു. രാവിലെ, പിറ്റേ ദിവസം വിഷുവാണ്, രാവിലെ ആൾക്കാർ നട തുറക്കാൻ വേണ്ടി വന്ന സമയത്ത് ഈ കുട്ടി പതുക്കെയാണ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അപ്പോൾ അത് തുറന്നു, കുട്ടിയാണ് പുറത്തേക്ക്. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് നോക്കുന്നു, ഈ കുട്ടി ഇങ്ങനെ ഇപ്പോൾ ഇതിനകത്ത് വന്ന് ഇപ്പോൾ തുറന്നിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ ആലോചിക്കുന്നു. പക്ഷേ അത്ര ശ്രദ്ധിച്ചില്ല. ഈ കുട്ടി ഇങ്ങനെ കയ്യിൽ ബലമായിട്ട് പിടിച്ചിട്ടുണ്ടെന്നോ സമയം. പെട്ടെന്ന് അകത്തുനിന്ന് തിരുമേനയുടെ ഒരു നിലവിളി, അയ്യോ ചതിച്ചല്ലോ ഭഗവാനെ എന്നുണ്ട്. നോക്കുമ്പോൾ കണ്ണൻ്റെ മാല കാണാനില്ല. വിഗ്രഹത്തിൽ ചാർത്തിയ മാല തലേദിവസം ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല. അപ്പോൾ കള്ളം കയറിയെന്നാണ് തിരുമേനയുടെ ഒരു തീരുമാനം. അപ്പോൾ അത് ഉറക്കെ വിളിച്ച് പറഞ്ഞ് നാട്ടുകാരിൽ ഓടി പറഞ്ഞു, ഒരു കുട്ടി ഇപ്പോൾ ഇവിടുന്ന് പോയി, ആ കുട്ടിയുടെ കയ്യിലെന്തോ, ഞാനെന്തോ കൊണ്ടു, തിളങ്ങണം എന്നൊരു സാധനം കണ്ടു എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കഥ വന്നപ്പോഴേക്കും രാത്രി മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് ഈ കുട്ടി അന്വേഷിച്ച് കരഞ്ഞ് നടന്ന അമ്മ അവിടെ എത്തിയിട്ടുണ്ട്. അവൻ അമ്മയെ കണ്ടത്, അമ്മയെ കണ്ണൻ തന്നതാണെന്ന് കൊണ്ട് കാണിച്ചു. അമ്മ കെട്ടിപ്പിടിച്ച് കരയുന്നു. പക്ഷെ അപ്പോഴേക്കും നാട്ടുകാരെല്ലാം ഓടിക്കൂടിയിട്ട്, കള്ളനാണ്, നീ കള്ളിയാണ്, മക്കളെ കക്കാൻ വിട്ടിരിക്കുകയാണ്, അമ്പലത്തിനാണോ കക്കണമെന്നുള്ള സംഭവം കുറേ പറഞ്ഞു നോക്കി. കുട്ടിയും പറഞ്ഞു നോക്കിയത് എനിക്ക് കണ്ണൻ തന്നതാണ്. പക്ഷേ ആരും പറഞ്ഞ് കേൾക്കാൻ തയ്യാറില്ല. അവസാനം അമ്മ സഹിക്കാതെ ആ ധാർമ്മിക ബോധത്തിൽ പറഞ്ഞു, എനിക്ക് ഒരാളുടെ സ്വത്തും വേണ്ട, ഒരാളുടെ മാത്രം വേണ്ട എന്ന് പറഞ്ഞ് ബലമായിട്ട് അത് പിടിച്ച് വാങ്ങിയിട്ട് ഒരൊറ്റ കയറി പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നിരുന്ന ഒരു മരത്തിൽ വീണതും ആ മരം മുഴുവൻ മാലകൾ കൊണ്ട് പൂത്തു എന്നാണ്. ഈ മാല എന്തായിരുന്നു അതേ രൂപത്തിൽ ആ മരം മുഴുവൻ അങ്ങോട്ട് പൂത്തു. ഒപ്പം ഒരു ഓടക്കുഴലിൻ്റെ വിളി കേട്ടു, ഒരാശരീരി ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് കേട്ടു. ആ കുഞ്ഞിനെ നിങ്ങൾ അനാവശ്യമായിട്ട് ചീത്ത പറഞ്ഞു, ഞാൻ കൊടുത്തു തന്നെയാണത്. ഇനി എനിക്ക് ഈ പൂവ് കാണാതെ ഒരു വിഷുവും കടന്നു പോവില്ല. വിഷു ദിവസം നിങ്ങളെല്ലാവരും, എന്നെ ഇഷ്ടമുള്ള എല്ലാവരും ഈ പൂവ് കണ്ടിരിക്കണം എന്നൊരാശരീരിയും വന്നു. അന്ന് മുതലാണ് കൊന്ന മരത്തിലെ, പൂക്കാത്ത മരത്തിലെ പൂത്ത കൊന്ന പൂവ് കണി കൊന്നയായി മാറുന്നത്. എന്തൊക്കെ കഥകളാണ്. അല്ല, ഇതൊക്കെ അശാസ്ത്രീയമാണ്. പിന്നെ അശരീരി ഉണ്ടാവൂ, ഓടക്കുഴൽ വിളി ഉണ്ടാവൂ, മാല ചെന്ന് വീണ മരം പൂക്കൂ, ഇതൊക്കെ തെറ്റാണ്. ഭാരതം മുഴുവൻ മണ്ടന്മാരുടെ രാജ്യമാണെന്ന് പറഞ്ഞ നിവൃത്തിയൊന്നുമില്ല. എനിക്കിതിലൊരു ഭംഗി കിട്ടിയിട്ടുണ്ട്, ഞാൻ അതിൻ്റെ കൂടെയാണ്. അതെ, കേൾക്കാൻ തന്നെ. പക്ഷെ എന്ത് പറയാനാ, ഇപ്പോൾ പ്ലാസ്റ്റിക് കൊന്നപ്പൂവാണ് എല്ലാവരുടെയും കിട്ടുന്നത് അല്ലേ. വിഷുവിൻ്റെ സമയത്ത് നമുക്ക് കൊന്നമരത്തിൽ കൊന്നപ്പൂ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യം. സാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന് കാരണം ഇതാണ്. അത് ഫ്ലോറിജൻ എന്ന് പറയുന്ന പൂക്കാൻ പ്രേരിപ്പിക്കുന്ന ഹോർമോണ് ടെമ്പറേച്ചർ സെൻസിറ്റീവാണ്. ഓക്കെ. ഇപ്പോൾ ഭൂമിയിലെ ടെമ്പറേച്ചർ കൂടുന്തോറും അതുണ്ടാവാൻ തുടങ്ങും. ഭൗമ ചൂട് കൂടിയതിനെ തുടർന്ന് ആ ചൂട് ഓൾറെഡി നേരത്തെ വന്നു കഴിഞ്ഞു. അപ്പോൾ അപ്പോഴേ ഇത് പൂത്തു. എന്നാലും പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന് കവിതയിൽ പറയുന്ന പോലെ ഒരു കൊന്ന പൂവെങ്കിലും ഇല്ലാതെ ഒരു കൊന്ന മരവും വിഷു കഴിഞ്ഞ് പോകാറില്ല. അത് നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, കൊന്ന പൂവയിലുണ്ടായിരിക്കും. ഇതുപോലെ തന്നെ വിഷുവിനോടനുബന്ധിച്ച് നമ്മൾ വിഷു കഞ്ഞി അല്ലെങ്കിൽ വിഷു കട്ട കഴിക്കുക എന്നാണല്ലോ ആദ്യത്തെ. അതിൻ്റെ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ
ആചാരം അല്ലെങ്കിൽ കഥ എന്താണ്? കേരളത്തിൽ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ്. വിഷുക്കഞ്ഞി വെള്ളവനാട് ഭാഗത്താണ് വിഷുക്കഞ്ഞി കണ്ടിരിക്കുന്നത്. വിഷുക്കഞ്ഞി പറഞ്ഞാൽ കുത്തരിയുടെ ചോറ് അല്ല കഞ്ഞി, പുന്നെല്ലാവാം, അതല്ലെങ്കിൽ ഉണങ്ങലരി ആവാം. ഉണക്കലരി എന്ന് പറയും, ഉണങ്ങോലരി എന്ന് പറയും, പല വ്യത്യാസങ്ങളുണ്ട്. അതിൽ നാളികേരം ചരുകിയിട്ടിട്ട് വെക്കുന്നൊരു കഞ്ഞി. അത് വാഴയുടെ പോള വട്ടത്തിൽ കുത്തിയിട്ട് അതിൽ ഇലയിട്ടിട്ട് അതിൽ കഞ്ഞി വെച്ചിട്ട് അതിൽ കഞ്ഞി ഒഴിച്ചിട്ട് പഴുക്കപ്ലാവിലോണ്ട് കുടിക്കണം എന്നാണ് ശാസ്ത്രം. ഇപ്പോൾ പഴുക്കപ്ലാവിൻ്റെയൊക്കെ ശാസ്ത്രം നമ്മൾ ഈ ചാനലിലൂടെ പുറകെ പറയാൻ പോകുന്നുണ്ട്. അതെല്ലാം കൂടി ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് പഴുക്കപ്ലാവില എന്നുള്ളതിനൊരു ശാസ്ത്രമുണ്ട്. അപ്പോൾ അങ്ങനെ കുടിക്കണം എന്നാണ് പറയുന്നത്. ചുടുക്കനെ കുടിക്കണം. അപ്പോൾ അതിന് വിഷുക്കഞ്ഞിയുടെ ഒരു സാധനം. അപ്പോൾ അത് ഞാൻ കുട്ടിക്കാലത്ത് ധാരാളം വിഷുക്കഞ്ഞി കുടിച്ചിട്ടാണ്. പക്ഷേ ഞാൻ വിഷുക്കട്ട ആദ്യമായിട്ട് കഴിക്കുന്നത് ഗോവയിൽ റെയിൽവേയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഇരിങ്ങാലക്കുടക്കാരൻ, പുറത്തശ്ശേരിക്കാരനായിട്ടുള്ള സജീവനാണ് വിഷുക്കട്ട ആദ്യമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങൾക്ക് വിഷുക്കഞ്ഞിയല്ല വിഷുക്കട്ട. അപ്പോൾ ഞാൻ വിഷുക്കഞ്ഞി അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു, അവൻ വിഷുക്കട്ട ഇങ്ങോട്ട് ഉണ്ടാക്കി തരുന്നു. വിഷുക്കട്ട ഉണ്ടാക്കുന്നത് ഇതുപോലെ തന്നെ ഉണങ്ങലരി തേങ്ങാപ്പാലിൽ വേവിച്ചിട്ട് അതിൽ ജീരകടും അത് കട്ടയായിട്ട് കറക്റ്റ് വെള്ളം വെച്ച് കഴിഞ്ഞ് നമ്മൾ മുറിച്ചിട്ട് തന്നെ കഷ്ണമായിട്ട് കഴിക്കും. അത് ശർക്കര പാനിയിലും ജീരകടും അത് വെച്ചിട്ടാണ്. അത് തൃശ്ശൂർ ഭാഗത്തെ എല്ലാ വീടുകളിലും ഈ മറ്റേ വിഷുക്കട്ട നിർബന്ധമാണ്. ഞങ്ങളുടെ അവിടെയൊക്കെ വള്ളവൻ, ഞാൻ പഴയന്നൂരുകാരനാണ്. അപ്പോൾ ഞങ്ങളുടെ വള്ളവനാട്ടോണ്ടാണ് കുറച്ചും കൂടി അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ കൊഴുക്കട്ട ഇലയട ഉണ്ടാക്കുക വാഴയുടെ ഇലയിലല്ല, പ്ലാശിൻ്റെ ഇലയിലാണ്. പ്ലാശിൻ്റെ ഇല പറഞ്ഞാൽ കൂളത്തിൻ്റെ ഇലയുടെ വലിയ വലുപ്പമാണ്, ചമത എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ അത് നടുക്കിൽ ഇല എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് 2 ഭാഗം ഈക്വലായിരിക്കും. അപ്പോൾ അതിൽ മറ്റേ മാവ് പരത്തിയിട്ട് ശർക്കരയും നാളികേരമൊക്കെ ഇട്ടിട്ടുള്ള അട ഉണ്ടാക്കും. അപ്പോൾ അട നിർബന്ധമാണ് വിഷുവിന്. അപ്പം ബാക്കി വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, 2-3 കുഴക്കട്ടകളുണ്ടാവും. അതാണ് നമ്മളവിടെ ഉള്ളത്. പിന്നെ ചക്കട കാലമായതുകൊണ്ട് ചക്ക എരിശ്ശേരി, വിഷുവിൻ്റെ ചക്ക എരിശ്ശേരിക്ക് പ്രത്യേകത ചക്കയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കുന്നതാണ്. എന്ന് വെച്ചാൽ തൊലി കളയാത്ത കുരു, ചക്കയുടെ മൂഞ്ഞി എന്ന് പറഞ്ഞാൽ നടുക്കുള്ള ഭാഗം, പിന്നെ ചക്കയുടെ പുറത്തുള്ള മുള്ളുള്ള ഭാഗം, അതെല്ലാം ഉപയോഗിക്കും ഈ വിഷുവിൻ്റെ സമയത്ത് ചക്ക എരിശ്ശേരിക്ക്. അപ്പോൾ അതിൻ്റെ വലിയൊരു ശാസ്ത്രമുണ്ട് എന്തുകൊണ്ട് വിഷുവിന് ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അത് ഗൃഹവൈദ്യത്തിലാണ് വരുന്നത്. അതേക്കുറിച്ചും കൂടെ അല്ല, അത് ഞാനല്ല പറഞ്ഞത്, ഗൃഹവൈദ്യത്തിൻ്റെ ആചാര്യം വരുമ്പോൾ ഞാൻ ചോദിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ വിഷുക്കാലത്ത് മാത്രം കേൾക്കുന്ന ഒന്നാണല്ലോ വിഷു പക്ഷിയുടെ പാട്ട്. അപ്പോൾ എന്താണ് ഈ വിഷുപക്ഷി? വിഷുപക്ഷി ഒരു ദേശാടന കിളിയാണ്. അത് പല രാജ്യങ്ങളിൽ തണുപ്പ് കൂടുമ്പോൾ ചൂട് കൂടുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ വരുന്ന സമയമാണ് വിഷുക്കാലം എന്ന് പറയുന്നത്. അതിൻ്റെ കരച്ചിൽ നമ്മൾ പറയുന്നുണ്ട്, ചക്കയ്ക്കുപ്പുണ്ടോ, കള്ളൻ ചക്കിയിട്ടു കള്ളത്തി കൊണ്ടുപോയി കൊണ്ടേ തിന്നോട്ടെ, കണ്ടാ മിണ്ടണ്ട, അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്, ഇങ്ങനെ കുറേ ഉണ്ട് അതിൻ്റെ പാട്ടുകൾ. അപ്പോൾ ഇത് അമ്മ കുട്ടിക്കാലത്ത് ഞങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോകും. പുഴയിലേക്ക് കുളിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ പക്ഷി ഇങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് കരയണ കേൾക്കാം. അപ്പോൾ അമ്മ ഇങ്ങനെ പറയും, ആ തിന്നോട്ടെ നമ്മൾ പറയണില്ല എന്നൊക്കെ പറയും. അതിന് മറുപടി പോലെ. അപ്പോൾ അമ്മ ഇപ്പോൾ ആരോടാ പറഞ്ഞു? ഞാൻ വിഷുപക്ഷിയോട് പറഞ്ഞു. എന്ത്? അല്ല, അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻ ചക്കിയിട്ടു കള്ളത്തി കൊണ്ടുപോയി തിന്നോട്ടെ, കുട്ടികൾക്കല്ലേ കൊണ്ടുപോകണത്, തിന്നോട്ടെ ചക്കല്ലേ എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു രസം തോന്നിയത്. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മ കൃത്യമായിട്ടുണ്ട്. അത് വിഷുവിൻ്റെ സമയത്താണ് നമ്മളിവിടെ കുക്കു കൂന്നുകൊണ്ട് ശബ്ദം ഉണ്ടാക്കുക. അപ്പോൾ അതിനാണ് നമ്മൾ അച്ഛൻ ചക്കയിട്ടു അല്ലെങ്കിൽ കള്ളൻ ചക്കയിട്ടു എന്നൊക്കെ പറയുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്താണ്. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിഷു ആയോ നമുക്കങ്ങനെ തോന്നും. അതിന് കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത് കൊമ്പിൻ്റെ ഉള്ളിൽ എവിടെയോ ഇരുന്നത്, നമ്മൾ നോക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് കാണില്ല. വളരെ അപൂർവമായിട്ട് തന്നെ ഫോട്ടോ ഒക്കെ അത് കണ്ടിട്ടുള്ളൂ തന്നെ. അതുപോലെ തന്നെ വിഷു കഴിഞ്ഞ് 10ാം ദിവസം ആഘോഷിക്കുന്ന അതിനെക്കുറിച്ചും കൂടെ മേടപ്പത്ത് എന്ന് പറയും, 10ാം എന്ന് പറയും. നമ്മൾ വിഷുവിന് ചാല് കീറുക എന്ന് പറഞ്ഞ ചടങ്ങ് വിഷുവിൻ്റെ ദിവസം തന്നെ രാവിലെ ചെയ്യും. അപ്പോൾ തലേ ദിവസം അന്നത്തെ ദിവസമൊക്കെ മഴ പെയ്തിട്ടുണ്ടാവും. അപ്പോൾ പാടത്തൊക്കെ നമ്മൾ ചാല് കീറിയിട്ട് ചിലപ്പോൾ നവധാന്യങ്ങളിടും, അതല്ലെങ്കിൽ അതിൽ ഓട്ടട നീതിക്കും, പൂക്കളൊക്കെ ഇടും, വലിയ മലരൊക്കെ സമർപ്പിക്കും. ഭൂമി ദേവിക്കാവാം, എന്താണെങ്കിലും ആവാം. അത് നമ്മൾ ഭൂമിയുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് പൂജ പോലെ. എന്നിട്ട് ചടങ്ങ് പോലെ വിത്തിടും. ചിലർ മുഴുവൻ വതയ്ക്കുന്നതുണ്ട്. എന്നാൽ 10ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മേട 10-ന് സൂര്യൻ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയമാണ്. സൂര്യൻ ഏറ്റവും പ്രബലമായി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്താലും ആ വർഷം മുഴുവൻ അത് ഗംഭീരമാകുന്നത്. കാരണം വെച്ചാൽ അഗ്നിയുടെ സ്വരൂപമാണ്, പ്രപഞ്ച ഗുരുവാണ്. കൃത്യസമയത്ത് വരും, കൃത്യസമയത്ത് പോവും. രാജാവിനും മോഷ്ടാവിനൊക്കെ ഒരുപോലെ ചൂടും വെളിച്ചവും കൊടുക്കുന്നവരാണ്. മഹാഗുരുവാണ്, പ്രപഞ്ച ഗുരുവാണ്. അപ്പോൾ അദ്ദേഹം ഏറ്റവും ഉച്ചസ്ഥായിൽ നിൽക്കുന്ന സമയത്ത് നവഗ്രഹങ്ങളും അദ്ദേഹത്തിൻ്റെ അധീനതയിലാണ് ഓൾറെഡി. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ബലം കൂടും. അപ്പോൾ ആ സമയത്ത് ഇടുന്ന വിത്ത് ആ സൂര്യൻ്റെ ബലം മുഴുവൻ സ്വീകരിച്ചതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മേടപ്പത്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യാനും ഏറ്റവും ഉത്തമം. കാരണം സൂര്യൻ ബലത്തിലാണ്, ഏറ്റവും ബലത്തിലുള്ള സമയമാണ്. ഇപ്പോൾ നമ്മളൊരു കഥ എഴുതുകയാണെങ്കിലും കവിത എഴുതുകയാണെങ്കിലും ബിസിനസ് തുടങ്ങുകയാണെങ്കിലും കൃഷി ചെയ്യുകയാണെങ്കിലും അന്ന് തുടങ്ങുന്നതിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. കാരണം നവഗ്രഹങ്ങൾ കൂടെ നിൽക്കുന്ന ദിവസമാണ്. ആണ് മേടപ്പത്ത്. അത് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ. അതല്ലെങ്കിൽ നവരാത്രി ആഘോഷം എടുത്തോളൂ. 9 ദിവസം ആഘോഷം കഴിഞ്ഞ് വിജയദശമിയാണ്. ഓണം അത്തം 10.
9 ദിവസം പൂടൽ കഴിഞ്ഞ് 10ാമത്തെ ദിവസം തിരുവോണത്തിന് മാതൂർ വയ്ക്കലാണ്. വിഷുവും 10ാമത്തെ ദിവസം, 9 ദിവസം കഴിഞ്ഞ് 10ാമത്തെ ദിവസം. എന്ന് വെച്ചാൽ അദൃശ്യമായൊരു നവാവരണ പൂജ നടക്കുന്നുണ്ട്. 10ാമത്തെ ദിവസം അത് പൂർത്തീകരിക്കുന്ന ദിവസമാണ്. ആരും അറിയാതെ ആചാരത്തിൽ ഒളിപ്പിച്ച് വെച്ചൊരു നവാവരണ പൂജ. അപ്പോൾ വിഷുവിനെക്കുറിച്ച് സർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ പല ഭാഗങ്ങളും വിശാലമായി പറയേണ്ടതാണ്. ഗൃഹവൈദ്യമാണെങ്കിലും ഈ മേടപ്പത്തിൻ്റെ പ്രത്യേക നവാവരണ പൂജയ്ക്ക് വിശദമായിട്ട് പറയാൻ ആചാര്യന്മാർ വേറെ വരും. ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയുള്ള കഥാഭാഗം മാത്രമാണ് പറഞ്ഞത്. അതിൻ്റെ ശാസ്ത്രീയത വിശദമായിട്ട് തന്നെ പുറകെ നമ്മൾ പറയും. ഓക്കെ. അപ്പോൾ സാറുടെ കുട്ടിക്കാലത്ത് വിഷു ഓർമ്മകൾ എന്തൊക്കെയാണ്? വിഷുവിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് തലേദിവസം രാത്രി നിർബന്ധിച്ച് നമ്മളെ ഓർക്കാൻ വിടും. നമ്മൾ ഈ ഒരുക്കങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുന്ന സമയം. അപ്പോൾ ഉറപ്പായി മതി നേരത്തെ നീക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഓർക്കാൻ വിടും. അന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ രാവിലെ പതുക്കെ തട്ടിയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് എണീക്കാൻ നോക്കുമ്പോൾ കണ്ണ് പൊത്തി പിടിച്ചിട്ടുണ്ടാവും. ആദ്യം ഓർമ്മ വരിക, പണ്ട് കണ്ണിൽ ദണ്ണം വരുമ്പോൾ കണ്ണ് തുറക്കാൻ പറ്റാതെ രാവിലെ എണീച്ച് വരുന്ന സമയമുണ്ട്. കണ്ണ് തുറക്കാൻ പറ്റില്ലായിരുന്നു പണ്ട്. അന്നത്തെ കണ്ണിൽ ദണ്ണം വരുമ്പോൾ കണ്ണടഞ്ഞു വന്നിട്ട് ഇങ്ങനെ വെള്ളം ഒപ്പിയിട്ടൊക്കെയാണ് തുറക്കാൻ പറ്റില്ല. ആദ്യത്തെ ഫീൽ അതാണ്, അയ്യോ കണ്ണ് പോയോ എന്നുള്ള സാധനം. നോക്കുമ്പോൾ അമ്മയുടെ കയ്യോ അച്ഛൻ്റെ കയ്യോ ആയിരിക്കും കണ്ണ് പൊത്തി പിടിച്ചിട്ടായി. എന്നിങ്ങനെ ബലമായി മറ്റേ വീഴാതെ നമ്മൾ സൂക്ഷിച്ച് കൊണ്ടുപോയിട്ട് അതിൻ്റെ നേരെ വിഷു കണി വെച്ചുള്ളതിന് നേരെ മുമ്പിൽ കൊണ്ടുപോയിട്ട് കണ്ണ് തുറക്കുമ്പോഴാണ് ഒരു വല്ലാത്തൊരു ലോകമാണ്. കാരണം നിലവിളക്കിൻ്റെ വെളിച്ചം, കൃഷ്ണൻ്റെ ശില്പം, കൃഷ്ണൻ നമ്മളെ നോക്കിയിട്ട് ചിരിക്കണോടെ നമുക്ക് കൃത്യമായിട്ട് തോന്നും. കൃഷ്ണൻ നമ്മളെ കണി കാണണോ, നമ്മൾ കൃഷ്ണനെ കണി കാണണോ എന്നൊക്കെ നമുക്ക് സംശയം തന്ന സമയമാണ്. പിന്നെ ഈ കൊന്നപ്പൂവ്, അതായത് സ്വർണം വാരി വിതറിയ പോലുള്ള കൊന്നപ്പൂവ്, നമുക്കല്ലോ ഈ കൊന്നപ്പൂവ് ഇന്നലെ ഞാൻ പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് മറന്നുപോയതാണ് കളുടെ ഇടയിൽ. അമ്മ പറഞ്ഞു 2 കൊന്നപ്പൂവ് പൊട്ടിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട്, 2 പ്ലാസ്റ്റിൻ്റെ ഇല പൊട്ടിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ കളുടെ ഇടയിൽ മറന്നുപോയ കാര്യങ്ങളാണ്. പക്ഷേ അടയുണ്ടാക്കിയിട്ട് അടയിരിക്കുന്നുണ്ട്, വെള്ളരിക്കിരിക്കുന്നത്. ഈ വെള്ളരിക്ക അപ്പുറത്ത് പത്തായത്തിൻ്റെ റൂമിൽ കെട്ടി തൂക്കിയതായിരുന്നല്ലോ, ഇതെങ്ങനെ ഇവിടെ വന്നതെന്നുള്ളത്. അത് അങ്ങനൊരു ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു സമയമുണ്ടല്ലോ. പല സ്ഥലത്തും ഞാൻ കണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നു, അത് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. അപ്പോൾ അമ്മ നെക്ലസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സ്വർണ്ണത്തിൻ്റെ സാധനമുണ്ട്. അതിങ്ങനെ വെള്ളരിക്കയിൽ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്, തേങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്, അതിൽ നാണയങ്ങളിട്ടുണ്ട്, അരി, നെല്ല്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്, മാങ്ങ ഒക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പതുക്കെ ഇതെല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞ് പതുക്കെ 2 സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ്, ഞാൻ അവിടെ ആദ്യമായിട്ട് വന്ന ആളല്ല, ഏട്ടന്മാരൊക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരും ഈ കാഴ്ച കണ്ടതിന് ശേഷം ഉണ്ടാകാതെ നിൽക്കുകയാണ്, എൻ്റെ വരവ് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നാണ്. ആ ഒരു ഓർമ്മ എനിക്ക് പിന്നീട്, ഇത് ഞാൻ എൻ്റെ മക്കൾക്ക് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിന് ശേഷം പിന്നെ ഓർമ്മ, വീട്ടിൽ പൂച്ച പ്രസവിച്ചിട്ട്, മോളുടെ തന്നെ പൂച്ച പ്രസവിച്ചിട്ട് അതിൻ്റെ കണ്ണ് വിഴിഞ്ഞോ നിങ്ങൾ പോയി നോക്കുമ്പോൾ അവളൊരു സമയം വിളിച്ചിട്ട് അതിൻ്റെ കണ്ണ് വിഴിഞ്ഞു. അപ്പോൾ ഒരു കണ്ണ് മാത്രം വിഴിഞ്ഞിട്ട് ആ പൂച്ചക്കുട്ടി നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത്, ഇപ്പോൾ അത് കണി കാണുകയാണോ? അച്ഛൻ നമ്മളങ്ങനെ ആയിരുന്നല്ലോ, കണ്ണ് പതുക്കെ അടച്ചു പിടിച്ച് പോയിട്ട് കണ്ണ് തുറന്ന നേരത്ത് കണ്ട ലോകം ഉണ്ടല്ലോ. അതുപോലെ ഈ പൂച്ചക്കുട്ടി കണ്ണി കാണുന്ന വലിയൊരു ലോകം ഇപ്പോൾ എന്തായിരിക്കും എന്നൊക്കെ ഒരു അതിലേക്ക് കണക്ഷൻ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. എന്താണെങ്കിലും അതാണ് ആദ്യത്തേത്. അത് കഴിഞ്ഞ് പിന്നെ പടക്കം പൊട്ടിക്കുക. തലേ ദിവസം കുറേ പടക്കം പൊട്ടിച്ചിട്ടുണ്ട്. രാവിലെയും പൊട്ടിക്കണമല്ലോ എന്ന് വിചാരിച്ച് നിവൃത്തിയില്ലാതെ മാറ്റി വെച്ച കുറച്ച് പടക്കങ്ങളുണ്ട്. കാരണം വെച്ചാൽ മുഴുവൻ പൊട്ടിച്ച് തീർക്കാനാണ് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അത് കത്തിച്ചിട്ട് ഈ റോക്കറ്റ് എന്ന് പറഞ്ഞ സാധനം കത്തിച്ചിട്ട് അടുത്ത വീട്ടിൽ പോയി പൊട്ടിച്ച് അവിടുന്ന് ചീത്തയൊക്കെ ഒന്നൊക്കെ പേടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊന്നും പറയൊന്നുമില്ല, അന്നത്തെ കാലത്ത് അതൊന്നും വിഷയമൊന്നുമല്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ബാക്കി പടക്കം പൊട്ടിക്കണം. അപ്പോഴേക്കും അമ്മ അട കഴിക്കാൻ വിളിക്കും. പിന്നെ വിഷുക്കഞ്ഞി ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അച്ഛൻ അവിയലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അച്ഛൻ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഉച്ചയ്ക്കുള്ള സദ്യയുടെ ശ്രമങ്ങളൊക്കെ തുടങ്ങും. അതൊക്കെയാണ് എൻ്റെ ഇത്. രസം എന്താ വെച്ചാൽ രാവിലെ ഒരു 6 മണിക്ക് ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത്, അതിൻ്റെ കഥയിൽ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ, വിഷു ദിവസം സൂര്യൻ നേരെ നടുക്കിൽ ഉദിച്ചപ്പോൾ രാവണന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. അതിൻ്റെ നേരെ നിൽക്കാറായോ നീ എന്ന് ചോദിച്ചിട്ട്, ഇനി നീ നേരെ ഉദിക്കരുതെന്ന് പറഞ്ഞ് മൂപ്പരെ തടഞ്ഞു എന്നാണ്. രാവണനെ ഇവർക്കൊക്കെ പേടിയാണ്. ജ്യോതിഷ പണ്ഡിതനാണ്, നവഗ്രഹങ്ങളെ പിടിയാൽ നിർത്താൻ കഴിയുന്നവരാണ്. അങ്ങനെ പിടിച്ചു നിർത്തിയിട്ടാണ് മകനെ വരെ ജനിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും ഉത്തമമായ സ്ഥലത്ത് ജനിക്കണം എന്ന് പറഞ്ഞിട്ട്, സമയത്ത് ജനിക്കണം പറഞ്ഞിട്ട്. അത് ഇദ്ദേഹം മരിച്ചതിന് ശേഷമാണ് പിന്നെ സൂര്യൻ കൃത്യമായിട്ട് നേരെ മുമ്പിൽ ഉദിക്കുന്നത്. അതാണ് വിഷു എന്ന് പറയുന്നൊരു സംഭവം. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞാൽ സൂര്യൻ ഇതിനെ 180 ഡിഗ്രിയിൽ കട്ട് ചെയ്ത് പോകുന്നു പറഞ്ഞാൽ സയൻസിലേക്കാണ് കണക്ട് ചെയ്യുന്ന കഥ. അപ്പോൾ സൂര്യൻ നേരെ കിഴക്ക് ഉദിക്കുന്ന ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്നതോടുകൂടി തന്നെ, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് തന്നെ, ഞങ്ങളുടെ നാട്ടിലെ ചാമി എന്ന് പറഞ്ഞ ആൾ കന്നിനെയും കൊണ്ടുവരും, പോത്തിനെയും കൊണ്ടുവരും. പറമ്പ് പൂട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മൾ വിളിക്കൊന്നും വേണ്ട, കാരണം തലേദിവസം മഴ പെയ്തിട്ടുണ്ടാവും, പൂട്ടാൻ പാകത്തിനായിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ മൂപ്പരെ കൂടെ കൂടും. എന്നിട്ട് ഞാൻ തോന്നി പിടിച്ചോട്ടെ വെച്ച് കരി പിടിക്കും. കന്നിനെ കഴുകാൻ കൊണ്ടുപോകുമ്പോൾ കൂടെ പോവും. അത് പരണ്ട ചൗളി എന്ന് അതിന് പറയും. അതൊക്കെ ഉണ്ടാക്കിയിട്ട് പശുവിനെ കഴുകും. ഞാൻ പശുവിനെ കഴുകും. അപ്പോൾ വെള്ളത്തിലിറങ്ങിയ പശു മൂത്രം ഒഴിക്കും. അപ്പോൾ ഞാൻ വിരലോട്ട് ഇങ്ങനെ മൂത്രത്തിൽ വെറുതെ ഇങ്ങനെ തൊട്ട് നോക്കും. അപ്പോൾ ചൂടുണ്ടാവും. അങ്ങനെ അപ്പോൾ പുഴയിൽ കൈ മുക്കി നോക്കുമ്പോൾ തണുപ്പാണ്, മൂത്രത്തിൽ തൊട്ട് നോക്കും ചൂടാണ്. ഈ മറ്റേ സഖാക്കൾ പറഞ്ഞ പോലെ പശുവിൻ്റെ മൂത്രത്തിനോട് എനിക്ക് അർപ്പമൊന്നും ഉണ്ടാകുന്നില്ല, ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു പശുവിനെ പൂട്ടാൻ പഠിക്കുക, കന്നിനെ കഴുകാൻ പഠിക്കുക, കരി പിടിക്കാൻ പഠിക്കുക.
ആദ്യത്തെ ചാലിടാൻ പഠിക്കുക, അതിൽ അവിലും വളരെ കൊണ്ടുവന്നിടുക അങ്ങനെ. ഇതൊക്കെ വിഷുവിന് മുമ്പേ നടക്കും, എന്നുവെച്ചാൽ ഉച്ചയ്ക്ക് മുമ്പേ, സദ്യക്ക് മുമ്പേ നടക്കും. പിന്നെ വിഷുവിന് സദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ പായസം വീടിൻ്റെ 4 മൂലയിലും കുറച്ച് ഇലയിൽ കൊണ്ട് വിളമ്പി വയ്ക്കും. അത് ഉറുമ്പുകൾക്കുള്ളതാണ്. ഞാൻ അമ്മോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഈ തൊടിയിൽ ഒരു ജീവിയെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ നീ കഴിക്കുന്ന സദ്യ സദ്യയാവില്ല, അതുകൊണ്ട് അത് ചെയ്യണമെന്ന് പറയും. പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുറിച്ചിട്ട് പക്ഷികൾക്ക് തിന്നാൻ വേണ്ടി വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനൊരു ഉച്ചവരെ കഴിഞ്ഞ് പോയി. ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ മറ്റ് പച്ചക്കറി നടലൊക്കെ. അത് വിത്ത് ഈ അടുത്ത വർഷത്തേക്കുള്ള പച്ചക്കറി, അത് വേനലിൽ നട്ട് മഴക്കാലത്ത് ഉണ്ടാവേണ്ട പച്ചക്കറി, മഴക്കാലത്ത് നട്ട് വേനലുണ്ടായ പച്ചക്കറികളാണ് നമ്മൾ വിഷുവിന് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനൊരു കുട്ടിക്കാലം വളരെ സജീവമായിരുന്നു. TV ഉണ്ടായിരുന്നില്ല, മൊബൈൽ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആക്ടിവിറ്റി കൂടുതലായിരുന്നു. നമ്മളിപ്പോൾ ഇതിലേക്ക് ഒതുങ്ങുന്നൊരു ശീലം വന്നിട്ടുണ്ട്. അത് വേറൊരു ലോകമാണ്, അത് നമുക്ക് ഒഴിവാക്കാനൊന്നും കഴിയില്ല. പക്ഷെ മറ്റതിന് വേറെന്തൊരു ഭംഗിയുണ്ട്. അപ്പോഴേക്കും ആകാശവാണിയിൽ വിഷുവിൻ്റെ പാട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. സാർ എപ്പോഴെങ്കിലും വിഷുക്കണി ഒരുക്കിയിട്ടുണ്ടോ? ഞാൻ എല്ലാ കൊല്ലം ഞാനും ഭാര്യയും തന്നെയാണ് ഒരുക്കാറ്. ഒന്നുകിൽ അവൾ ഒരുക്കും, അല്ലെങ്കിൽ ഞാൻ ഒരുക്കും. മക്കൾക്ക് അതുപോലെ തന്നെ ഇപ്പോഴും കാണിച്ചു കൊടുക്കാറുണ്ട്. മക്കൾ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിക്കുന്ന പ്രായമായെങ്കിൽ പോലും ഇപ്പോഴും അവരെ കണ്ണടച്ച് പിടിച്ച് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും വിഷുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സാർ പറഞ്ഞു തന്നു. അപ്പം ഈ എപ്പിസോഡ് അവസാനിക്കുന്ന മുൻപിൽ പ്രേക്ഷകർക്കായിട്ട് വിഷു ആശംസകൾ ഒന്ന് പങ്കുവയ്ക്കാമോ? ഈ പറഞ്ഞ പോലെ എന്തിനാണ് ഒരു ദിവസം ഇങ്ങനെ ആഘോഷിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചതുകൊണ്ട് പറയുകയാണ്, എല്ലാ ദിവസവും വിഷു ആവട്ടെ. ഈ ഒരു ദിവസം മാത്രം വിഷു ആക്കണ്ട, അതിനിങ്ങനെ ഒരു പ്രത്യേകതയും വേണ്ട. എല്ലാ ദിവസവും വിഷു ആവട്ടെ, എല്ലാ ദിവസവും ഗംഭീരമായ കാഴ്ചകളാവട്ടെ, സമൃദ്ധിയാവട്ടെ, ഐശ്വര്യമാവട്ടെ, നന്മയാവട്ടെ. ഈ ഭാരതം എന്ന് പറയുന്നത് കഥകൾ കൊണ്ടും ശാസ്ത്രം കൊണ്ടും എല്ലാം ഗംഭീരമായിട്ടുള്ളൊരു ലോകമാണ്. കൂടുതൽ അറിയാനുള്ള തോന്നൽ മനസ്സിലുണ്ടാവട്ടെ. അതിലേക്ക് ജഗദീശ്വരൻ എല്ലാവരെയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.